നിങ്ങൾ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്ന യോഗ, യാഗം, യുഗം ഇതൊക്കെയെല്ലാം തൽക്കാലത്തേക്ക് ഒന്ന് മറന്നേക്കുക. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ യാഥാർത്ഥ്യത്തിൽ അത് ഡിഫറൻ്റാണ്. അപ്പോൾ ഈ യോഗ എന്നത് എവിടുന്ന് വരുന്നു, യാഗം എവിടുന്ന് വരുന്നു, യുഗം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ ഗ്രാജുവലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ യുഗ, യോഗ, യാഗം ഈ 3 വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കോമൺ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് യ പിന്നെ ഗായ. അതിനിടയിൽ വരുന്നത് ആ, ഓ, ഉ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ശബ്ദങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഔം എന്ന് പറയുന്നത്. ഔം, ഊ കൂടി ലാസ്റ്റ് വരും. അപ്പോൾ ആ വവൽ സൗണ്ട് അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് ഇതിലറിയേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. എന്താണ് യ, പിന്നെന്താണ് ഗ. ഇപ്പം യ ഉഗ്, യ ഓഗ്, യ ആഗ് ഇത് ചേർന്നിട്ടാണ് യുഗ്, യോഗ്, യാഗ് ഉണ്ടായത്. അപ്പം യ എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്, ഗ എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. നിങ്ങൾ ഇതുവരെ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടോട്ടലി റോങ് ആണ്. അത് പറയുമ്പോൾ അത് ചില വ്യക്തികൾക്കെങ്കിലും ദേഷ്യം ഉണ്ടാവും. പക്ഷേ വ്യക്തമായിട്ടിത് കേൾക്കുക. യാ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, യാവേ എന്ന് പറയുന്നത്. യാ വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള വാക്കാണ്. യാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്താണോ അവതരിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ എങ്ങനെയാണോ അതായിരിക്കുന്നത് പോലെ കാണുന്നത്, അതിനെയാണ് യാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുമ്പിൽ വെള്ളം കാണുന്നുണ്ടെങ്കിൽ വെള്ളമാണ് കാണുന്നത്, മനസ്സിലായി? അങ്ങനെ ഞാൻ എൻ്റെ മുമ്പിൽ എന്താണോ അവതരിച്ചിരിക്കുന്നത് അത് അതേപോലെ തന്നെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് യാ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഞാൻ കാണുന്ന വീക്ഷണം എന്ന് വേണേൽ പറഞ്ഞാൽ മതി. വീക്ഷണം എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും നല്ല വാക്ക്, വീക്ഷണം ഒരു തെറ്റായ വാക്കാണ്. പകരം എന്താണോ ഞാൻ കാണുന്നത്, എന്തായിട്ടാണോ ഞാൻ കാണുന്നത്, എങ്ങനെയാണോ അതായിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കാണുന്നത്, അതിനെയാണ് യാ എന്ന് പറയുന്നത്. ഏറ്റവും ശുദ്ധിയോടുകൂടി എല്ലാത്തിനെയും വീക്ഷിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലാണ് ആ ക്ലിയർ വിഷൻ എന്ന് നമ്മൾ പറയും. യാ എന്ന് പറയുന്നത് നമ്മളുടെ മുമ്പിലുള്ള ഒരു, നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതാണ്. അപ്പോൾ ഗ എന്ന് ഉദ്ദേശിക്കുന്നത് കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ വീക്ഷണത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ കേന്ദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യാ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള യായാണുള്ളത്. 5 തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ വീക്ഷിക്കുന്നത്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് മായ എവിടുന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ അതുണ്ട്. അതായത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്മുടെ ഭൂമിയിലുള്ള രൂപങ്ങളെ നമുക്ക് അടിസ്ഥാനമായിട്ട് 4 രൂപഘടനയായിട്ട് 4 ഘടനകളായിട്ട് വേർതിരിച്ച് കാണണം. അപ്പോൾ അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രാവർത്തിക ഊർജ്ജ രൂപം എന്ന് പറയുന്ന ഘടനകളാണ്. എന്ന് പറഞ്ഞാൽ കല്ല്, മണ്ണ്, എലമെൻറ്റുകൾ, ഇതൊക്കെയെല്ലാം നമ്മൾ കാണുന്ന പദാർത്ഥ വസ്തുക്കൾ, ഇതെല്ലാം അപ്രാവർത്തിക ഊർജ്ജരൂപം എന്ന് പറഞ്ഞാൽ സ്വയമേ പ്രവർത്തിക്കാത്ത ഊർജ്ജരൂപങ്ങളെന്നാണ് പറയുക. അപ്പം അതിനെ നമുക്ക് തൽക്കാലം മാ എന്ന് വിളിക്കാം. രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ചെടികളും വൃക്ഷങ്ങളുമാണ്. അപ്പോൾ ചെടികളും വൃക്ഷങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ വിളിക്കുന്നത് പ്രാവർത്തിക ഊർജ്ജരൂപം എന്നാണ്. എന്ന് വെച്ചാൽ സ്വയമേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഊർജ്ജരൂപങ്ങൾ. അപ്പോൾ അതിനെ നമുക്ക് തർമ്മ എന്ന് പറയാം, തർമ്മം. അപ്പോൾ ഈ തർമ്മം എന്ന് പറഞ്ഞാൽ ചെടികളെയും വൃക്ഷങ്ങളെയും സംബന്ധിച്ച് പറയുന്നു. അപ്പോൾ അത് പ്രാവർത്തികമായ ഊർജ്ജരൂപം, സ്വയമേ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് ജൈവയന്ത്രങ്ങളാണ്. മൂന്നാമത് വരുന്നത് എല്ലാ തരത്തിലുള്ള ഇൻസെക്റ്റുകളും മൃഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന വർഗമാണ്. അതിനെ നമ്മൾ അധർമ്മം എന്നാണ് പറയുക. ഒരു ആ കൂടി ചേർക്കുക, അധർമ്മം. മറ്റേത് തർമ്മം, പിന്നെ അത് മറ്റേത് മാ.
അപ്പോൾ അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആ കൊണ്ട് അവിടെ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ച് പറയുന്നതാണ് ആ എന്ന് പറഞ്ഞാൽ. അത് അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? എന്താണെങ്കിലും അത് അനുഭവിക്കുകയും അതിനെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ വേദനയെ അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും. മൃഗങ്ങൾ പ്ലേഫുൾ ആവാറുണ്ട്, രസങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള അനുഭവവും പ്രകടനവും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ആത്മ ഊർജ്ജരൂപം എന്നാണ് പറയുക. മനസ്സിലായോ? അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രാവർത്തിക ആത്മ ഊർജ്ജരൂപം എന്ന് പറയും. സ്വയമേ പ്രവർത്തിക്കുന്ന ഒരു ശരീരം അതിനുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ തന്നെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാനും പലതും അനുഭവിക്കാനും തൻ്റെ ശരീരത്തിലൂടെ അത് പ്രകടിപ്പിക്കാനൊക്കെ പറ്റും. അതാണ് പ്രാവർത്തിക ആത്മ ഊർജ്ജരൂപം എന്ന് പറയും. ഈ പ്രാവർത്തിക എന്ന് പറയുന്ന വാക്കിനാണ് ആർ എന്നുള്ള വാക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആത്മ എന്നുള്ള വാക്ക് മാത്രം ഞാനിവിടെ ചേർത്ത്. അല്ലെങ്കിൽ അതിനെ മം എന്ന് പറയും. എന്ന് പറയുന്നത് പ്രവർത്തനത്തെ കാണിക്കുന്നു. അപ്പോൾ ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട രൂപം എന്ന് പറയുന്നത് അദ്വൈതാർത്ഥങ്ങളാണ്, നമ്മളാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അദ്വൈതാർത്ഥം എന്ന് പറയണം? കാരണം നമുക്ക് ദേവതയുണ്ട്. അപ്പോൾ ദേവത എന്ന് പറയുമ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഹിന്ദു പുരാണങ്ങളിൽ ഭാരതീയ ട്രഡീഷനിലും പറയുന്ന ദേവതയാണെന്ന് വിചാരിക്കും. അതല്ല. ദേവത എന്ന് പറഞ്ഞാൽ ദ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉദ്ദേശിച്ച് പറയുന്ന. അതിൽ ഒരു എന്ന് പറയുന്നത് ഒരു അദ്വൈതാർത്ഥത്തിനുള്ള അടിസ്ഥാനമായ സൃഷ്ടി ഗുണങ്ങളാണ്. അത് 7 എണ്ണം ഉണ്ട്. 3 അടിസ്ഥാനം, പക്ഷേ അത് 7 എണ്ണം വരും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ഗുണരസബോധം, അതായത് നമുക്ക് ചുറ്റുമുള്ള ഗുണങ്ങളെയും രസങ്ങളെയും അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഓർഡറിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിൽ നിന്നും വേർതിരിച്ച് അത്രയും മനസ്സിലാക്കാനായിട്ടുള്ള ബോധം അല്ലെങ്കിൽ ആ കഴിവുണ്ട് നമുക്ക്. അതാണ് ഗുണരസബോധം. മൂന്നാമത്തത് നമ്മളുടെ ഗുണരസബോധവും സൃഷ്ടി ഗുണവും തമ്മിൽ ഒന്നിച്ചേരുമ്പോൾ അത് ആവിഷ്കാര മേഖലയായിട്ട് പുറത്തോട്ട് വരും. അപ്പോൾ 3 പ്രധാനപ്പെട്ട ആവിഷ്കാര മേഖലയാണുള്ളത്. അതിനെയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേവത എന്ന് പറഞ്ഞാൽ ഗുണരസബോധ കഴിവ്, സൃഷ്ടി ഗുണങ്ങളുടെ കഴിവ്, പിന്നെ ആവിഷ്കാര മേഖലയിലോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യങ്ങളും ചേർത്തിട്ടാണ് ദേവത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ദേവത. അപ്പോൾ ഈ ദേവത ഉള്ളത് കൊണ്ട് അദ്വൈതാർത്ഥം എന്ന് പറയും. ആ അർത്ഥത്തിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി ചേർക്കുന്നു? ആ 2 സ്ഥലത്ത് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ ഒറ്റ ഇതായിട്ട് വിചാരിച്ചാൽ അത് അദ്വൈതാർത്ഥം എന്ന് പറയും. ആദ്യത്തെ ആ വരുന്ന ആയിക്കാണ് പ്രധാനം. അപ്പോൾ അദ്വൈതാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. പ്രാവർത്തിക അദ്ദേവത ഊർജ്ജരൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള ഊർജ്ജരൂപങ്ങളാണ് അല്ലെങ്കിൽ ഘടനകളാണ് ഈ പ്രപഞ്ചത്തിൽ അടിസ്ഥാനമായിട്ടുള്ളത്. ഒന്ന് അപ്രാവർത്തിക ഊർജ്ജരൂപം, രണ്ടാമത്തത് പ്രാവർത്തിക ഊർജ്ജരൂപം, മൂന്നാമത്തത് പ്രാവർത്തിക ആത്മ ഊർജ്ജരൂപം, നാലാമത്തത് അദ്വൈതാർത്ഥം പ്രാവർത്തിക അദ്ദേവത ഊർജ്ജരൂപം. ഇങ്ങനെ 4 തരത്തിലുള്ള ഊർജ്ജരൂപങ്ങളാവുള്ളൂ. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേവത എങ്ങനെയാണ് തന്നെ തന്നെ വീക്ഷിക്കുന്നത്, അതായത് തൻ്റെ വീക്ഷണത്തിൻ്റെ കേന്ദ്രമാക്കി കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ തൻ്റെ വീക്ഷണത്തെ കേന്ദ്രമായി വെക്കുന്നത് ഏത് ഘടനയിലാണെന്നുള്ളത് മനസ്സിലായോ? അതായത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോകത്തെ മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഈ കേന്ദ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തിന് അത് അദ്വൈതാർത്ഥമെന്ന് പറയുന്ന ആ കൃത്യമായിട്ടുള്ള രീതിയിൽ ഓരോ 4 എണ്ണത്തിനെയും വേർതിരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ മൃഗങ്ങളെപ്പോലെ തന്നെയും താനും മൃഗങ്ങളെപ്പോലെ തന്നെയാണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ അതിനെ കേന്ദ്രമാക്കി വെച്ചിട്ടുള്ള വീക്ഷണമാണോ, അല്ലെങ്കിൽ താൻ സസ്യങ്ങളെപ്പോലെയാണ് എന്ന് കരുതിയിട്ട് സസ്യങ്ങളും താനും ഒന്നാണ് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു വീക്ഷണത്തിലാണോ, അല്ലെങ്കിൽ താനും കല്ലും മണ്ണും എലമെൻറ്റും അതുപോലെ ഒരു വസ്തു മാത്രമാണ് എന്ന തരത്തിൽ ആണ് ഈ ലോകത്തെ മുഴുവൻ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 തരത്തിലുള്ള വന്നു ഇല്ലേ? 4 തരത്തിലുള്ള വന്നു. അപ്പോൾ ഒന്ന് ഈ അദ്വൈതാർത്ഥം എന്നുള്ള രീതിയിൽ തന്നെയാണ് 4 രൂപങ്ങളെയും വ്യത്യസ്തമായി വേർതിരിച്ച് അതിനെ കൃത്യമായി കാണേണ്ട രീതിയിലാണ് ഞാൻ കാണുന്നതെങ്കിൽ അത് കറക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്ന വീക്ഷണത്തെ, അങ്ങനത്തെ യായിനെയാണ് നമ്മൾ സത്ത് യാ എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കറക്റ്റായിട്ടുള്ള സബ്സ്ട്രേറ്റ് പ്രിൻസിപ്പിളുകളും കറക്റ്റായിട്ടുള്ള ഇൻറ്റേർണൽ പ്രിൻസിപ്പിളുകളും എങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പെർസീവ് ചെയ്യുന്നത്. എൻ്റെ ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള വീക്ഷണം ആ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് സത്ത് യാ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ എൻ്റെ ഒരു കേന്ദ്രമായി മാറാം. ആ തരത്തിൽ ഞാൻ വീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എന്നെ മൃഗത്തെ പോലെയാണ് കാണുന്നതെങ്കിലോ, അപ്പോൾ അധർമ്മ യാ ആയിരിക്കും. എന്നെ സസ്യങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നതെങ്കിലോ, സസ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്നെ കാണുന്നതെങ്കിൽ ലോകത്തെ മുഴുവൻ ഞാൻ വീക്ഷിക്കുന്നത് ആ തരത്തിലായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കും. അതിനെ ധർമ്മ യാ എന്ന് പറയും. പിന്നെ വരുന്നത് പദാർത്ഥങ്ങളെ പോലെയാണ് കാണുന്നത്, അപ്രാവർത്തിക ഊർജ്ജ രൂപങ്ങളെ പോലെയാണ് കാണുന്നതെങ്കിലും അപ്പോൾ അതിനെയാണ് മാ യ എന്ന് പറയും. ഞാൻ ആദ്യമേ പറഞ്ഞ അവരെ നമുക്ക് മാ എന്ന് വിളിക്കാം. മാ യ അവിടുന്ന് വരുന്ന. അപ്പോൾ ഈ 4 കേന്ദ്രങ്ങളെയുമാണ്, ഈ 4 തരത്തിലുള്ള വീക്ഷണ കേന്ദ്രങ്ങളെയുമാണ് നമ്മൾ പണ്ട് മുതൽക്കേ കേൾക്കുന്ന സത്ത് യുഗ, ത്രേത യുഗ, പിന്നെ ദ്വാപര യുഗ, പിന്നെ കല്ല് യുഗ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം സത്ത് യുഗ, സത്ത് ഗ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ കറക്റ്റായിട്ടിരിക്കുന്നത്, ഓർഡറിൽ, കറക്റ്റ് പാറ്റേണിൽ, കറക്റ്റ് എങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്നത് അതേപോലെ തന്നെ അതിനെ വീക്ഷിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വീക്ഷണമാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ കാണുന്നതാണ് സത്ത് യ. പിന്നെ ആ സത്ത് ഗ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ സത്യം എന്ന് പറയുന്ന കേന്ദ്രം. ത്രേതം എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4 ആണ്. കാരണം തൃ എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് 3 ആണ്. അതാണ് ത്രിശൂലം എന്ന് പറയുന്നത്. തൃ എന്ന് പറഞ്ഞാലേ 3 ആണ്. പക്ഷെ വീണ്ടും ഒരു ത് ചേർക്കുമ്പോൾ 4 ആയി മാറി. എന്തുകൊണ്ടാണത്? നിങ്ങൾ അധർമ്മം എന്ന് പറയുന്ന വാക്കിൽ 4 അക്ഷരങ്ങളുണ്ട്. അ ത ർ മ. അതാണ് ത്രേത് യുഗ എന്ന് പറയുന്നത്. അപ്പം ത്രേതായുഗം എന്ന് പറഞ്ഞാൽ ഈ അധർമ്മയ ഉള്ളതിനെയാണ് പറയുന്നത്. ഇത് കാലഘട്ടത്തെ സംബന്ധിക്കുന്ന വാക്കല്ല. യുഗ എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തെ സംബന്ധിക്കുന്ന വാക്കല്ല. യാ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ കാണുന്നത്, ആ കാണുന്നത് എന്ത് കേന്ദ്രത്തിലോ, എന്തിനെ കേന്ദ്രമാക്കിയിട്ടാണോ ഞാൻ കാണുന്നത്. അപ്പം ഞാൻ സസ്യങ്ങളെ കേന്ദ്രമാക്കിയിട്ടാണ് എല്ലാത്തിനും വീക്ഷിക്കുന്നതെങ്കിൽ ഞാനും സസ്യത്തെ പോലെയാണ്. ഞാൻ മൃഗങ്ങളെ കേന്ദ്രമാക്കിയിട്ടാണ് എല്ലാത്തിനും വീക്ഷിക്കുന്നതെങ്കിൽ മൃഗവും ഞാനും ഒന്ന് തന്നെയാണ്. ഞാൻ കല്ലും മണ്ണും എലമെൻറ്റുകളെ നോക്കിയിട്ട് അത് കേന്ദ്രമാക്കിയിട്ടാണ് ലോകത്തെ മുഴുവൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ മാ എന്ന് പറയുന്ന കേന്ദ്രത്തിലാണ്. അപ്പോൾ അതാണ് സത്യയുഗം. ത്രേതയുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗത്തെ ബേസ് ചെയ്ത് ലോകത്തെ മുഴുവൻ കാണുക. പിന്നെ വരുന്നതാണ് ധർമ്മയ എന്ന് പറയുന്നത്. ധർമ്മയ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ പോലെ എന്നെ കാണുക. ഈ ലോകത്തെ മുഴുവൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എല്ലാം ആ സസ്യങ്ങളെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ട് സസ്യങ്ങളുടെ കൺസ്ട്രക്റ്റുകൾക്ക് അനുസരിച്ചിട്ട് ലോകത്തെ വീക്ഷിക്കുന്ന രീതിയാണ്. പിന്നെ വരുന്നത് പദാർത്ഥങ്ങളെ കേന്ദ്രമാക്കി ഞാനും പദാർത്ഥമൊക്കെ ഒന്ന് തന്നെയാണെന്ന് പറയുന്ന വീക്ഷണമാണ്. അവിടെ എല്ലാം പദാർത്ഥങ്ങളെന്ന് പറയുന്ന രീതിയിലായിരിക്കും എല്ലാത്തിനെയും പെർസീവ് ചെയ്യുക. മറ്റേത് ലോകം മുഴുവൻ സസ്യങ്ങൾ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും ലോകത്തെ വീക്ഷണം ചെയ്യുക. മറ്റേത് മൃഗങ്ങൾ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെയുള്ള ലോകത്തിലുള്ള എല്ലാത്തിനെയും വീക്ഷണം ചെയ്യുക. അപ്പോൾ ഇതാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ദ്വാപരം എന്ന് പറഞ്ഞാൽ ഈ ദ്വാ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ധർമ്മയായിലെ 2 അക്ഷരങ്ങളെ സംബന്ധിച്ചിട്ടാണ്, തായും എമ്മിനെ സംബന്ധിച്ചിട്ടാണ് ദ്വാ എന്ന് പറയുന്നത്. ഇനി പരം എന്ന് പറയുന്നതിലെ ആ രാ തന്നെയാണ് ഇർ എന്ന് പറയുന്ന വാക്ക്. അതായത് 2 എണ്ണവും പിന്നെ ഒരു പ്രവർത്തനവും ഉള്ളത് എന്നാണ്. അതാണ് പ്രാവർത്തിക ഊർജ്ജരൂപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തെമ്മും 6 ഉള്ളത് ധർമ്മം. അതാണ് ദ്വാപരം എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നതാണ് പദാർത്ഥങ്ങളെ പോലെ വീക്ഷണം ചെയ്യുന്നതിൽ വരുന്നതാണ് എന്ത്? മാ യ എന്ന് പറയുന്നത്. അപ്പോൾ മാ യുഗ് എന്ന് പറയാമെങ്കിലും, അല്ലെങ്കിൽ മാ ഗ എന്ന് പറഞ്ഞാൽ, മാ എന്ന് പറയുന്ന കേന്ദ്രം എന്ന് പറയാമെങ്കിലും അതിനെ കലിയുഗ എന്ന് പറയുന്നതിൻ്റെ കാരണം കല്ല് എന്ന് പറയുന്ന അവസ്ഥ ഈ മാ എന്ന് പറയുന്ന വീക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റാണ്, സ്വഭാവമാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും വെറും കല്ലും മണ്ണും വെള്ളവും എലമെൻറ്റുകളും മാത്രമായിട്ട് കാണുകയാണെങ്കിൽ അതൊരു പ്രിഡേറ്റർ കാണുന്ന രീതിയാണ്, അല്ലേ? നമുക്ക് ഉപയോഗിച്ച് തള്ളിക്കളയാൻ മാത്രമുള്ള പദാർത്ഥങ്ങളായിട്ട് മാത്രം കാണുന്ന രീതിയാണ്. അപ്പോൾ അതുകൊണ്ട്
അതൊരു പ്രിഡേറ്റർ സ്വഭാവമുള്ളത് കൊണ്ട് അതിനെ ഖല്ല് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഖല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പ്രിഡേറ്റർ സ്വഭാവത്തെ കാണിക്കുന്നതും പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അത് വേറെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുന്നതാണ് യുഗ, പദാർത്ഥങ്ങളെ സംബന്ധിച്ച് പറയുന്നതല്ല. അതുകൊണ്ടാണ് അത് പ്രിഡേറ്ററിനെ കാണിക്കുന്ന വാക്കായി മാറും. അപ്പം മാ യുഗ എന്ന് പറയുന്നതിലൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എല്ലാവരിലും ഒരു പ്രിഡേറ്റർ സ്വഭാവം ഉണ്ടാകും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരിലല്ല. അതാണ് കലിയുഗ. ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടിയുണ്ട്, അതാണ് ഹും യാ എന്ന് പറയും. ഈ ഹും യാ എന്ന് പറഞ്ഞാൽ എല്ലാം വെറും തോന്നൽ മാത്രമാണെന്ന് പറയുന്ന ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു വീക്ഷണമാണ് ഹും യാ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 തരത്തിലുള്ള കേന്ദ്രമുണ്ട്. എന്തിനെ കേന്ദ്രമാക്കിയിട്ടാണോ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നത് അതിനെ സംബന്ധിക്കുന്നതാണ് ഗാ എന്ന് പറഞ്ഞത്. യാ എന്ന് പറഞ്ഞാൽ എന്താണോ ഞാൻ കാണുന്നത് അതാണ് യാ. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം, അദ്വൈതാർത്ഥം എങ്ങനെയാണോ അതേപോലെ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ അതാണ് സത്ത് യാ എന്ന് പറഞ്ഞു, സത്ത് യാ ഗ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളതെല്ലാം അശുദ്ധമാണ്, അത് തെറ്റായ കാഴ്ചപ്പാടുകളാണ്. ഓക്കെ, തെറ്റായ കാഴ്ചപ്പാടുകളാണെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും പല വാദം ഉണ്ടാവും. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളെ ഒരാൾ പന്നി എന്ന് വിളിച്ചാൽ താങ്കൾക്ക് സന്തോഷം ഉണ്ടാവില്ല, ഒരു പട്ടി എന്ന് വിളിച്ചാൽ സന്തോഷം ഉണ്ടാവില്ല. അപ്പം നമ്മൾ മൃഗങ്ങളെപ്പോലാണ് ഏത് പേര് വിളിച്ചാലും നമുക്ക് പ്രശ്നമില്ലല്ലോ, മനസ്സിലായി? അപ്പോൾ ഈ പറയുന്നതാണ് 5 തരത്തിലുള്ള വീക്ഷണ കേന്ദ്രങ്ങളാണിതെല്ലാം. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയാണ് നമ്മൾ യ ഉഗ് എന്ന് പറഞ്ഞാലും യ ഓഗ് എന്ന് പറഞ്ഞാലും യ ആഗ് എന്ന് പറഞ്ഞാലും എന്താണെന്നുള്ളത് അറിയേണ്ടത്. അപ്പോൾ ഈ ഉഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ആകുന്ന വീക്ഷണം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് വീഴുന്ന, നമ്മൾ ലോക്ക്ഡായിട്ട് വന്ന് വീഴുന്ന സ്ഥലം, മനസ്സിലായോ? അതിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് യ ഉഗ് എന്ന് പറയുക, യുഗ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെങ്ങനെ ലോക്ക്ഡായിട്ട് വീഴുന്ന ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ എന്ത് വീക്ഷണമാണോ ഉണ്ടാവുക അവിടെ വന്ന് നമ്മൾ ലോക്ക്ഡായിട്ട് വീഴും. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ അദ്വൈതാർത്ഥമായിട്ട് നമ്മളിവിടെ ജനിക്കുമ്പോൾ നമ്മളുടെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ഈ ലോകത്തെ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടതെന്നുള്ളത് നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരും. അപ്പം അങ്ങനെ ആരാണോ പഠിപ്പിച്ചു തരുന്നത് അതാണ് ആ സ്ഥലത്തെയാണ് ഉഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യ ഉഗ്. ആരാണത്? നമ്മളുടെ അച്ഛനും അമ്മയും. അവരെ ആതിഥേയരെന്നാണ് പറയേണ്ടത്. കാരണം നമ്മുടെ ആതിഥേയരാണവർ. അദ്വൈതാർത്ഥങ്ങൾ ഈ ഭൂമിയിലോട്ട് വരുമ്പോൾ, ഒരു പുതിയ അദ്വൈതാർത്ഥം വരുമ്പോൾ അതിനെ വെൽക്കം ചെയ്യുന്നവരാണ് അച്ഛനും അമ്മയും. ആതിഥേയരാണ്, അവർ ഹോസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അദ്വൈതാർത്ഥങ്ങൾ ഗസ്റ്റാണ്. അപ്പോൾ അദ്വൈതാർത്ഥങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്ന ഈ ആതിഥേയർ, ഇവരാണ് യുഗിൻ്റെ അടിസ്ഥാനം. നമ്മളുടെ ഈ ലോകത്തെ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ തലയിലോട്ട് ആദ്യം അടിച്ചു കയറ്റുന്നത് ഇവരാണ്. ഇനി ആതിഥേയരെന്ന് പറയുമ്പോൾ ആതിഥേയർ മാത്രമാണോ? അതായത് ആതിഥേയരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതിൽ ആതിഥേയർ, പിന്നെ ആതിഥേയരുടെ ജനിതക ബന്ധുജനമുണ്ട്, എന്നുവെച്ചാൽ അവരുടെ ജനിതക ബന്ധുജനത്തിലിരിക്കുന്ന ആൾക്കാർ. പിന്നെ ആതിഥേയരുടെ സുഹൃത്ത് ജനമുണ്ട്, സുഹൃത്തുക്കളായിട്ടിരിക്കുന്നവർ. പിന്നെ ആതിഥേയർ നമ്മളെ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന അധ്യാപകരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അധ്യാപകർ 3 തരത്തിലുള്ള അധ്യാപകരാണ് ഉള്ളത്. ഒന്ന് മതത്തിൻ്റെ അധ്യാപകർ, നിങ്ങൾ ഡയറക്റ്റ് പാരൻസ് കൊണ്ട് ആക്കുകയാണ്, അവരാണ് നിങ്ങൾക്ക് ശിക്ഷണം തരുന്നത്. പിന്നെ ആത്മീയതയുടെ അധ്യാപകർ, പിന്നെ സ്കൂളിലെ അധ്യാപകർ. ഇങ്ങനെ 3 തരത്തിലുള്ള അധ്യാപകരുണ്ട്. ഇവരെല്ലാവരും ആതിഥേയരുടെ സർക്കിളിൽ വരുന്നതാണ്. ഇവരെല്ലാവരുമാണ് നമ്മളുടെ ഈ ലോകത്തെ എങ്ങനെയാണ് വീക്ഷണം ചെയ്യണമെന്നുള്ള ആ അടിസ്ഥാന ശൃംഖല രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതുകൊണ്ടാണ് അവരെ യ ഉഗ് എന്ന് പറയും. അപ്പോൾ ഇന്ന യുഗത്തിൽ ജനിക്കണം, അന്ന യുഗത്തിൽ ജനിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ഒരിക്കലും കാലഘട്ടത്തെ വിളിക്കുന്ന വാക്കല്ല. അതെന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് ഞാൻ പറയാം. ഇത് നമ്മുടെ വീക്ഷണം വന്ന് വീഴുന്ന, ഫോമാകുന്ന, തുടങ്ങുന്ന കേന്ദ്രം, അതാണ് യ ഉഗ്.
അപ്പോൾ ആ തുടങ്ങുന്ന കേന്ദ്രമാണ് യാ ഉഗ് എന്ന് വിളിക്കുന്നത്. നമ്മളൊരു അതിഥിയായിട്ടൊരു നാട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ നാട് എങ്ങനെയാണ് ഇരിക്കണമെന്ന് ആദ്യം നമ്മൾ ആരെ പഠിപ്പിക്കുക? ഹോസ്റ്റുകളാണ്. ആതിഥേയരല്ലേ നമ്മളെ പഠിപ്പിച്ചു തരിക. അത് തന്നെ. അപ്പോൾ ആതിഥേയർ, ആതിഥേയ ജനിതക ബന്ധുജനം, ആതിഥേയ സുഹൃത്ത് ജനം, അധ്യാപകർ, ഈ 4 കൂട്ടരാണ് യ ഉഗ്ഗിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ ഇത് നമ്മുടെ സമ്പർക്ക മേഖലയാണ്. നമ്മൾ ബന്ധപ്പെടുന്നത് മറ്റ് അദ്വൈതാർത്ഥങ്ങളാണ്. ഈ ആതിഥേയരും വേറെ അദ്വൈതാർത്ഥങ്ങളാണ്, ആതിഥേയ ജനിതക ബന്ധുജനവും വേറെ അദ്വൈതാർത്ഥങ്ങളാണ്, ആതിഥേയ സുഹൃത്ത് ജനം വേറെ ഇതാണ്, അധ്യാപകരും വേറെ അദ്വൈതാർത്ഥങ്ങൾ. പക്ഷേ ഇവരുടെ വീക്ഷണമുണ്ടല്ലോ ലോകത്തെക്കുറിച്ചിട്ടുള്ള, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5 ഏതെങ്കിലും ആയിരിക്കാം. അതിലെ ഭൂരിഭാഗവും അധർമ്മയായോ ധർമ്മയായോ മായയോ ഹുമായോ ആയിരിക്കും. വളരെ റെയറായിട്ട് മാത്രമേ ചില അദ്വൈതാർത്ഥങ്ങൾ സത്ത് യായിൽ ജനിക്കാറുള്ളൂ. ഭൂരിഭാഗം അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആതിഥേയരെന്ന് പറയുന്ന പിതാവും മാതാവും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാവരും ഈ അശുദ്ധമായ വീക്ഷണമുള്ളവരായിരിക്കും. അപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത്, ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സമാന്തര ബന്ധമുണ്ട്. നമ്മൾ സമാന്തരമായി ബന്ധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളുണ്ട്. മറ്റേത് നമ്മുടെ വീക്ഷണം തുടങ്ങുന്ന അടിസ്ഥാനമാകുന്ന കേന്ദ്രമാണെങ്കിൽ ഇത് സമാന്തരം, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക, ആശയവിനിമയം നടത്തുന്ന മേഖല, അത് മറ്റൊരു കേന്ദ്രമാണ്. അതിനെയാണ് യ ഓഗ് എന്ന് പറയും. നിങ്ങൾക്ക് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വായിക്കുമ്പോൾ സഹപാഠികൾ, സഹപ്രവർത്തകർ, ഗുരുക്കന്മാർക്കാണെങ്കിൽ ശിഷ്യന്മാർ, പരിചിത അപരിചിതർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എഴുതിയിട്ടുള്ള ആൾക്കാർ. അവർ പരിചിതമായിട്ട് തോന്നുന്നു, പക്ഷേ അവർ അപരിചിതരാണ്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളിപ്പോൾ ഒരു ഐസക് ന്യൂട്ടൻ്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ ഐസക് ന്യൂട്ടനാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ആ വായിക്കുന്നതിലൂടെ ഒരു പരിചയം, അതാണ് അപരിചിതർ. അതുപോലെ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ കാണുമ്പോൾ ന്യൂസ് റീഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സെലിബ്രിറ്റികൾ, മനസ്സിലായോ, ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ. അപ്പോൾ അവരെല്ലാവരും അപ്പുറത്ത് നിൽക്കണം, അപരിചിതർ. നിങ്ങൾ അവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കാറുണ്ട്, അവരുടെ വീക്ഷണങ്ങൾ നിങ്ങൾ എടുക്കാറുണ്ട്, ഇല്ലേ? നിങ്ങളുടെ സഹപാഠികൾ വേറൊരു വീട്ടിൽ നിന്നാണ് പറയുന്നത്, അയാളുടെ അടിസ്ഥാനം അവിടെയാണ്, പക്ഷേ അയാൾ വരുമ്പോൾ അയാളുടേതായിട്ടുള്ള വീക്ഷണങ്ങൾ നിങ്ങളോട് പറയും. സഹപ്രവർത്തകർ അവരുടെ വീക്ഷണങ്ങൾ നിങ്ങളോട് സംസാരിക്കും, ആ രീതിയിലായിരിക്കും പെരുമാറുക. പിന്നെ സഹോദരന്മാർ, അവരും ആ ഗണത്തിലാണ് പെടുത്തേണ്ടത്. കാരണം അവർ നിങ്ങളെപ്പോലെ തന്നെ അതേ യുഗിൽ ജനിച്ച ആൾക്കാരാണ്. ഞാനവിടെ വ്യവസ്ഥാ പ്രമാണികളെന്ന് പറയുന്നത് ഞാൻ വിശദീകരിച്ചില്ല. വ്യവസ്ഥാ പ്രമാണികളെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഓക്കെ, ഇവരെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. ഇവരുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടും. ഓരോരോ കാര്യങ്ങൾക്ക്, ഫയലുകൾക്ക്, ഡോക്യുമെൻറ്റുകൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലീസുമായിട്ടാണെങ്കിലും ബന്ധപ്പെടും. പക്ഷേ ഈ വ്യവസ്ഥാ പ്രമാണികൾക്ക് വേറൊരു റോള് കൂടിയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറയുന്ന യാ ഉഗ് ആതിഥേയർ, അധ്യാപകർ. പിന്നെ വരുന്നത് പ്രസ്ഥാന പ്രചാരകരെന്ന് പറയും. അതായത് റിലീജിയൻ, സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ പ്രസ്ഥാനം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, LGBT, ഫെമിനിസം, എന്തൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടോ അതിനെല്ലാം പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാർ. ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയാണ്, പക്ഷേ ഇവർക്കൊരിക്കലും നിങ്ങളുടെ ജനിച്ചപ്പോഴുള്ള അടിസ്ഥാനമാകുന്നില്ല ഇവർ. പിന്നെ വരുന്നത് മുഖാമുഖർ എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് പരിചയപ്പെട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് വ്യവഹാര സമ്പർക്കം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവഹാരം നടത്തുന്ന ആൾക്കാർ. ഇവരെല്ലാവരും യ ഓഗിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ യ ഓഗിൽ വരുന്നത് അടുത്ത സമ്പർക്ക മേഖല, അതായത് നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ആൾക്കാരല്ല. അപ്പോൾ ഇവരിലൂടെയും നിങ്ങളുടെ വീക്ഷണം എന്തു ചെയ്യും? നിങ്ങൾക്ക് കിട്ടിയ അടിസ്ഥാനത്തിലുള്ള വീക്ഷണം ഒന്നെങ്കിൽ ശക്തിപ്പെടും. അതായത് യാ ഉഗിൽ നിന്ന് നിങ്ങൾക്ക് രൂപപ്പെട്ടത് എന്ത് വീക്ഷണമാണോ അതൊന്നെങ്കിൽ ഇവരിലൂടെ അത് ശക്തിപ്പെടും, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അല്ലേ? ഇത് രണ്ടുമാണ് സംഭവിക്കുക. കാരണം നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ചുറ്റും കാണുന്ന, നിങ്ങൾ ബന്ധപ്പെടുന്ന ഈ തരത്തിലുള്ള സഹപാഠികൾ, സഹപ്രവർത്തകർ, ശിഷ്യന്മാർ, അപരിചിതർ, സഹോദരന്മാർ, വ്യവസ്ഥാ പ്രമാണികൾ, പ്രസ്ഥാന പ്രചാരകർ, മുഖാമുഖർ, വ്യവഹാര സമ്പർക്കർ, ഇവരിലെല്ലാം ഇവരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നതായിട്ട് കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കും. ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ കൂടുതൽ ശക്തമാക്കി കളയും. അപ്പോൾ ഇത്രയും
9 തരത്തിലുള്ള യാ ഓഗുകളാണ് ജീവിതത്തിലുണ്ടാവുക. നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ചാൽ മതി. യാ ഓഗുകൾ എന്ന് പറഞ്ഞാൽ 9 തരത്തിലുള്ള യാ ഓഗുകളായിരിക്കും. യാ ഉഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തരത്തിലുള്ള യാ ഉഗുകളായിരിക്കും ഉണ്ടാവുക. ആതിഥേയ ജനിതക ബന്ധുജനം, ആതിഥേയ സുഹൃത്ത് ജനം, ആതിഥേയർ അധ്യാപകർ, മറ്റേത് 9 പേര്. അപ്പോൾ ഈ യാ ഓഗിലോട്ട് പോകുമ്പോൾ അവരുടെ വീക്ഷണം നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ വീക്ഷണത്തിന് വിരുദ്ധമാണ്, നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അതിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇതേ വീക്ഷണം തന്നെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള അതേ വീക്ഷണം ശക്തിപ്പെടും. ഇനി നിങ്ങൾ ജനിച്ച അന്ന് മുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വീക്ഷണമുണ്ട്. നിങ്ങളുടെ ആതിഥേയരോ അധ്യാപകരോ ഇവരൊക്കെ പറയുന്നത് ഒന്നും നിങ്ങൾക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളൊരു വീക്ഷണത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുമായിട്ടും പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ചെറുപ്പം മുതലേ തന്നെ കുറേ കുട്ടികൾ മാനസികമായിട്ട് എന്തായി മാറുന്നത്, സൈലൻ്റായി മാറുന്നത്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? കാരണം ഈ അശുദ്ധമായ വീക്ഷണങ്ങൾ മുഴുവൻ പഠിക്കുമ്പോൾ അവർക്കറിയാം അങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയല്ലല്ലോ, ഇവരെന്താ ഈ പൊട്ടത്തരങ്ങൾ പറയണ. പക്ഷേ പലപ്പോഴും ആ കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ നമുക്ക് എപ്പോഴും ഒരു വൈരുദ്ധ്യമായിരിക്കും ഉണ്ടാവും, ഒരു വിരുദ്ധത ഉണ്ടാവും എല്ലാത്തിനോടും. മനസ്സിലായി? കാരണം ഈ പൊട്ടത്തരങ്ങൾ ശരിയായിട്ടുള്ളൊരു അദ്വൈതാർത്ഥത്തിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, അപ്പോൾ യാ ഉഗ് എന്ന് പറഞ്ഞാൽ അതാണ്, യാ ഓഗ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഞാൻ ആ ചിത്രത്തിൽ ഇട്ടിരിക്കുന്നത് കണ്ടാൽ അറിയാം, ഒരാൾ ഇരിക്കുന്നതിൽ അയാളുടെ ബാക്കിൽ പ്ലഗ് കുത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് യാ ഉഗ് കയറുന്നത്. അടിസ്ഥാനം അവിടെയാണ്. ഞാൻ സെൻറ്ററിൽ ഇട്ടിട്ടുണ്ട് യാ എന്ന് പറയുന്നത്. അയാളുടെ ചെവിയുടെ 2 ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നതാണ് യാ ഓഗ് എന്ന് പറഞ്ഞ് ഞാൻ വിട്ടിരിക്കുന്നത്. അത് സമാന്തരമായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് വരുന്നതാണ് യ ആഗ്. ആഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ടാണോ ആവിഷ്കരിക്കാൻ പോകുന്നത്, ഈ ലോകത്തിലോട്ട് നമ്മൾ എന്ത് വീക്ഷണമാണോ കൊടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവസാനം നമ്മളായി മാറുന്നത് എന്തോ, അവസാനം നമ്മൾ ഒന്നെങ്കിൽ സത്യയായി മാറും, അല്ലെങ്കിൽ നമ്മൾ അധർമായ ആയി മാറും, അല്ലെങ്കിൽ നമ്മൾ സസ്യങ്ങളെ പോലെ കാണുന്ന ധർമ്മയായി മാറും, അല്ലെങ്കിൽ നമ്മൾ മായ ആയി മാറും, അല്ലെങ്കിൽ ഹുമായായി മാറും. നമ്മളായി മാറുന്നത് അവസാനം ഒരു സമയം എത്തുമ്പോൾ നമ്മളതായി മാറും. മനസ്സിലായി? അപ്പോൾ ഒന്ന് എല്ലാം തുടങ്ങിത്തരുന്ന സ്ഥലം, രണ്ടാമത് സമാന്തരമായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന സ്ഥലം, മൂന്നാമത് നമ്മൾ ആയി മാറുകയാണ്. അവസാനം നമ്മൾ അതായി മാറുകയാണ്. ഇതാണ് യ ആഗ് എന്ന് പറഞ്ഞാൽ. ഇതാണ് യ ഉഗ്, യ ഓഗ്, യ ആഗ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള അശുദ്ധ വീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, സത്ത് യ എന്ന് പറയുന്നതാണ് ക്ലിയർ വീക്ഷണം. അതാണ് നിങ്ങളുടെ അച്ഛനും അമ്മക്കും ഉണ്ടാവേണ്ടത്. അവരാണ് ആദ്യത്തെ ആൾക്കാർ. പക്ഷെ ആർക്കും ഇതുണ്ടാവാറില്ല. നിങ്ങളിന്ന് നോക്കിക്കഴിഞ്ഞാൽ 90% ആൾക്കാർ ഈ തെറ്റായ വീക്ഷണത്തിലാണ്. തങ്ങളെ ഒന്നെങ്കിൽ മൃഗങ്ങളെ പോലെ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തങ്ങളെ സസ്യങ്ങളെ പോലെ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ പദാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു തോന്നലാണെന്ന് പറഞ്ഞിട്ട് വീക്ഷിക്കുന്ന ആൾക്കാർ. മൃഗങ്ങളെ പോലെ വീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്നാണ് ഈ ജനിതക ശ്രേഷ്ഠവാദം വരുന്നത്. ജനിതകമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അതായത് മനുഷ്യൻ്റെ ജനിതകത്തിലാണ്, ആ ജനിതകമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഏരിയയാണ് ഏത്? അധർമായ എന്ന് പറയുന്നത്. മനസ്സിലായോ? സസ്യങ്ങളെ പോലെ വീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സസ്യങ്ങളുടെ കൺസ്ട്രക്റ്റ് എന്താണോ അതേപോലെ തന്നെ നമ്മളെയും വീക്ഷിക്കുക. നമ്മളതല്ല, നമുക്ക് ദേവതയുണ്ട്. മൃഗങ്ങൾക്ക് ദേവതയില്ല, നമുക്ക് ദേവതയുണ്ട്. അപ്പോൾ നമ്മൾ വീക്ഷിക്കേണ്ടത് വേറൊരു തരത്തിലാണ്, അല്ലെ നമുക്കത് ഉണ്ടാവില്ലല്ലോ. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് എവല്യൂഷൻ തിയറി വന്നിട്ടുണ്ടാവും. എവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെപ്പോലെ നമ്മളെ കാണാനായിട്ട് വീക്ഷണം ചെയ്യുന്ന ഒരു തിയറിയാണ്. റിയൽ അല്ല, ഒരു ഫേക്ക് തിയറിയാണ്. മനസ്സിലായോ? അതായത് ഒരു വിത്ത് ആവിർഭവിച്ചൊരു വലിയ വൃക്ഷമായി മാറുന്നു എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് എടുത്ത് അത് പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു വിത്തുണ്ടായിരുന്നു, ആ വിത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നാണ് ഇതെല്ലാം എന്ന് പറയുന്ന സിമ്പിൾ തിയറിയാണത്. മനസ്സിലായോ? ഈ ഇവോൾവ് എന്ന് പറഞ്ഞാൽ തന്നെ ആവിർഭവിക്കുക എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഒരു പുഷ്പം ഇവോൾവ് ചെയ്യണം, അൺഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുഷ്പം ഒരു വിത്തിൽ നിന്ന് സസ്യമായി അൺഫോൾഡ് ചെയ്ത് വരുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങനെ വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഏതിൻ്റെ ഭാഗമാണ്? ധർമായ എന്ന് പറയുന്ന വീക്ഷണമാണ്. അതുകൊണ്ടാണ് പിന്നെ സീഡ് അന്വേഷിച്ച് നടന്ന് അവസാനം ആ സീഡ് കുത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബാങ് തിയറി കൊണ്ടുവരണം. കാരണം മനുഷ്യന് മാത്രമായിട്ട് ഒരു
ഒരു സോഴ്സ് വരില്ലല്ലോ, പിന്നെ എല്ലാത്തിനും കൂടി ഒറ്റ സോഴ്സ് വേണം. അങ്ങനെയാണ് ബിഗ് ബാങ് തിയറിയിൽ കൊണ്ടെത്തിച്ചത്. അത് അതിലും വലിയ കള്ളശാസ്ത്രത്തിൽ എത്തിച്ചത്. അപ്പോൾ ഇതെല്ലാം ഓരോ വീക്ഷണങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞ ഈ അശുദ്ധമായ വീക്ഷണങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെ തന്നെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഈ മൃഗത്തെ പോലെ എന്നെ കാണുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്നാണ് മൃഗങ്ങൾക്ക് പലതരത്തിലുള്ള ജനിതക ജാതി ഉള്ളതുപോലെ നമ്മൾ അദ്വൈതാർത്ഥങ്ങളുടെ ഇടയിലും ജനിതകത്തിൻ്റെ പല ജാതികളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ പറയണം അറബികൾ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ നാട്ടിൽ താമസിക്കുന്നവരെന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനിതകത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് ജനിതകമായിട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ജനിതകമായിട്ട് പറയുന്നതാണ്. നമ്മുടെ സംസ്കാര പാരമ്പര്യം എന്ന് പറയുന്നത് ജനിതകമായിട്ട് പറയുന്നതാണ്. ജനിതകം കൂടി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ജനിതക പരമ്പര അത് ജനിതക ബോധമാണ്. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പരമ്പര ജനിതക ബോധമാണ്. മനസ്സിലായി? അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കഴിവുകളാണ് എനിക്ക് കിട്ടുന്നത്, ജനിതക ബോധമാണ്. തെറ്റാണത്. അങ്ങനൊന്നുമില്ല. അപ്പോൾ എല്ലാം ജനിതകത്തിലൂടെ വീക്ഷിക്കണം. അതായത് മൃഗങ്ങൾക്ക് ജനിതകമുണ്ട്, അതിനനുസരിച്ച് നമുക്കുണ്ട്. ഈ എവല്യൂഷൻ തിയറിയിലും വർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ രണ്ടിൻ്റെ മിക്സാണ് എവല്യൂഷൻ തിയറി. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കറക്റ്റായിട്ട് ഓരോ ഘടനകളെയും കറക്റ്റായിട്ട് കാണുന്നതാണ് സത്യ എന്ന് പറഞ്ഞാൽ. ത്രിസത്യ, സത്ത് 3 ഉണ്ട്. ഈ സത്യ എന്ന് പറയുന്നത് ത്രിസത്താണ്, 3 സത്യങ്ങൾ ചേരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ 3 തരത്തിലുള്ള അദ്വൈതാർത്ഥങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ത്രിസത്ത് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. അദ്വൈതാർത്ഥം ഒറ്റ രീതിയിലല്ല, 3 തരത്തിലുള്ള അടിസ്ഥാന അദ്വൈതാർത്ഥങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 തരത്തിലുള്ള അദ്വൈതാർത്ഥങ്ങളുണ്ടാവും. അടിസ്ഥാനമാണത് ത്രിസത്യ എന്ന് പറഞ്ഞാൽ. നമ്മൾ സത്യ എന്ന് പറയുമ്പോൾ ത്രിസത്യമാണ്, 3 ചേരുന്നതാണ്. അപ്പോൾ 3 ഫീച്ചറുകളുണ്ട്. 3 വൈരുദ്ധ്യത്തിൽ നിൽക്കുന്നതുമാണ്. അല്ല, ഒന്ന് മറ്റൊന്നുമായിട്ട് വൈരുദ്ധ്യത്തിൽ നിൽക്കുകയും മറ്റൊന്ന് അതിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. പക്ഷെ അത് വേറൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ പറയുന്ന അധർമായ ധർമായ മായഹുമായ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലോട്ട് ആദ്യം ഇൻജക്റ്റ് ചെയ്യുന്നത് ആര്? അതാണ് യുഗ്. പിന്നെ നിങ്ങൾക്ക് സമാന്തരമായി റിസീവ് ചെയ്ത് കിട്ടുന്നത് യോഗ്. പിന്നെ നിങ്ങൾ എന്തായിട്ടാണോ അവസാനമായി മാറുന്നത് അത് യാഗ് എന്ന് പറയും. ഓക്കെ? അപ്പോൾ ഈ പറയുന്ന കാര്യത്തെ ക്ലിയറായിട്ട് മനസ്സിൽ കൊണ്ടുവന്ന് തിരിച്ച് അദ്വൈതാർത്ഥം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമ്മൾ ഇരുന്ന് അനലൈസ് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇരുന്ന് അനലൈസ് ചെയ്യും. ശാന്തമായിട്ടിരുന്ന് എല്ലാത്തിനെയും വീക്ഷിച്ച് നമ്മൾ ഇരുന്ന് നോക്കി മനസ്സിലാക്കിയെടുക്കും. ഇല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെയാണ് നമ്മൾ ധ്യാനം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇരുന്ന് വിചിന്തനം ചെയ്യണം. നമ്മളൊരു പേപ്പറും പേന എടുത്തിരുന്ന് ഓരോന്ന് എഴുതി നമ്മൾ ആ സ്ട്രക്ചർ മനസ്സിലാക്കി എന്തോ പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നമുക്ക് ഉള്ളിൽ നമുക്ക് സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള വീക്ഷണങ്ങളുടെ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളിരുന്ന് അനലൈസ് ചെയ്യണം വേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് അനലൈസ് ചെയ്യുമ്പോൾ പേപ്പറും പെന്നും വെച്ചിട്ട് അനലൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ മനസ്സിൽ തന്നെ ഇരുന്ന് പല ചിന്തകളെ കൊണ്ടുവന്നിരുന്നിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് നമുക്കതിന് മൊത്തത്തിൽ ഒരു ധ്യാനം എന്ന് വിളിക്കാം. അപ്പോൾ ഇരുന്ന് ഈ ധ്യാനം ചെയ്ത് ഈ പറയുന്ന വീക്ഷണങ്ങൾ എന്നിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രക്രിയ. അങ്ങനെ ആരോ അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു പ്രവൃത്തിയും ഓഗെന്ന് പറയുന്ന വാക്കും കൂടി കൂട്ടിച്ചേർത്ത് കുളമാക്കിയതാണ് ഇന്ന് കാണുന്ന യോഗ എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ധ്യാനമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് എങ്ങനത്തെ ധ്യാനമാണ്? ഒരു പേനയും പേപ്പറും എടുത്തിരുന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്ന ധ്യാനമാണത്. അല്ലാതെ വെറുതെ ഇരുന്ന് ചപ്പടാൻ കൊച്ചി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണു അടച്ചിരുന്നിട്ട് ഈ കണ്ട ധ്യാനം മുഴുവൻ ചെയ്തിട്ട് പിന്നെയും തിരിച്ചു പോകുന്നത് ഈ ജനിതക ബോധത്തിലോട്ടും ഈ ചെടിയും വൃക്ഷത്തിൻ്റെയും ധർമായ ബോധത്തിലോട്ടും അല്ലെങ്കിൽ പദാർത്ഥ ബോധത്തിലോട്ടും കുമായയിലോട്ടാണ് പോകണമെങ്കിൽ ആ യോഗ കൊണ്ട് എന്ത് ഗുണം? മനസ്സിലായി? അപ്പോൾ ഈ യോഗ എന്ന് പറയുന്ന കാര്യത്തെ ആൾക്കാർ കള്ളത്തരത്തിലൂടെ മാറ്റി, കള്ളത്തരമെന്ന് ഞാൻ പറയുള്ളൂ, തെറ്റിദ്ധരിച്ചെന്ന് ഞാൻ പറയില്ല, സാധാരണ ആൾക്കാർ, പക്ഷെ നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് മാറ്റിയിട്ട് അതൊരു ബിസിനസ്സാക്കി മാറ്റുന്നു. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ആക്ടിവേറ്റ് ആകുമെന്ന് പറയുന്നു, കുണ്ടലിനി കിട്ടുമെന്ന് പറയും,
മറ്റേത് കിട്ടുമെന്ന് പറയും, അത് കിട്ടുമെന്ന് പറയും, ഇത് കിട്ടുമെന്ന് പറയും. ഒന്നുമില്ല. ഇത് വിചിന്തനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായോ? ഈ പറയുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട വീക്ഷണങ്ങളിൽ നിന്ന് മാറി തന്നെ ക്ലിയർ വിഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ധ്യാനം. അതിനാണ് ധ്യാനം ചെയ്യേണ്ടത്. അപ്പോൾ ധ്യാനം എന്ന് പറയുമ്പോൾ പെന്നും പേപ്പറും ഉണ്ടാവും. അതുകൊണ്ട് വെറുതെ നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റില്ല. പെന്നും പേപ്പറും ഇല്ലാത്ത ധ്യാനം വെറും മണ്ടത്തരമാണ്. അത് നിങ്ങളെ ഇപ്പോഴേ ഓർത്ത് വെക്കുക. നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിക്കണമെങ്കിൽ തന്നെ പെന്നും പേപ്പറും വേണ്ടേ? അതും ധ്യാനമല്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു കണക്ക് കൂട്ടി നോക്കണം, പെന്നും പേപ്പറും വേണ്ടേ? അതുപോലെ തന്നെയാണ് ഇതും. മനസ്സിലായി? അപ്പോൾ ഈ നിങ്ങളുടെ ചുറ്റുമുള്ള ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരെല്ലാവർക്കും വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാവും. അവരുടെ വീക്ഷണം എന്താണെന്ന് നിങ്ങൾ ഇന്നിരുന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ വീക്ഷണം എന്തായിരുന്നു? അവർ ത്രിസത്യം അറിയുന്നവരായിരുന്നു, അല്ലെങ്കിൽ അവർ അധർമ്മയാലാണ്, ജനിതക ബോധമാണോ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സസ്യങ്ങളെ പോലെയാണ് ഞങ്ങളെന്ന് പറഞ്ഞത്? അപ്പോൾ ഞാൻ ഈ മായയെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറെ. പക്ഷെ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന 5 തരത്തിലുള്ള വീക്ഷണങ്ങളിൽ നിന്ന് 4 തരത്തിലുള്ള വീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ ക്ലിയർ വിഷനിലോട്ട് കൊണ്ടുപോകുന്ന ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി, അത് അനാലിസിസാണ്, നിരീക്ഷണമാണ്, ഒബ്സർവേഷനാണ്, ഗവേഷണമാണത്. അല്ലാതെ വെറുതെ കുത്തിയിരുന്ന് ആസനം ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയല്ല. അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അത് വേണമെങ്കിൽ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല എക്സസൈസ് ആയിട്ട് ഞാൻ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയാലും കുഴപ്പമില്ല, രാവിലെ എല്ലാ ദിവസവും ഓടാൻ പോയാലും കുഴപ്പമില്ല, ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായി? പോയി കുറച്ച് നേരം സ്പോർട്സ് ചെയ്താലും മതി. അത്രയും പ്രാധാന്യമേ അതിനുള്ളൂ. അല്ലാണ്ട് അത് ചെയ്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അമാനുഷികരാവില്ല, നിങ്ങൾ ഒരിക്കലും പ്രത്യേക കഴിവുകൾ സിദ്ധിക്കത്തില്ല. ഇതെല്ലാം നുണയാണ്. കാരണം നിങ്ങൾ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഈ യഥാർത്ഥത്തിലുള്ള ഈ അശുദ്ധമായ യാകളിൽ നിന്ന് സ്വതന്ത്രമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ സ്വഭാവമുള്ള ആൾക്കാർ വീണ്ടും നിങ്ങളെ ഇത് വേറെന്തോ ഒരു പ്രവൃത്തിക്ക് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒന്നും ആക്ടിവേറ്റ് ആകാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ യോഗ ചെയ്തിട്ട് മരിക്കാതിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. യോഗ ചെയ്ത് അവസാനം മരണം പോലും ഇല്ല അയാൾക്ക്. അങ്ങനത്തെ ആരും ഇല്ലല്ലോ. ഇല്ല. യോഗ ചെയ്തിട്ട് അസുഖം പിടിക്കപ്പെട്ടവർ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഈ ഇടക്ക് തന്നെ സദ്ഗുരു എന്ന് പറയുന്ന ആൾ, ഇത്രയും യോഗേനെ പ്രശംസിച്ച് പറയുന്ന ഒരാൾ ഇപ്പോൾ ബ്രെയിൻ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അസുഖം, ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അസുഖവും പിടിക്കും, നിങ്ങൾ മരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ചില ആൾക്കാർ യോഗയെക്കുറിച്ച് വിചാരിച്ച് വെച്ചിരിക്കുന്നത് അവരുടെ എന്തോ കുണ്ടലിനി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എന്തോ എയറിലോട്ടൊക്കെ പൊങ്ങുമെന്നാണ് അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അവർ എയറിലൂടെ ഇങ്ങനെ നടക്കുകയായിരിക്കും. മനസ്സിലായോ? നമുക്കറിയാവുന്ന ഒരേ ഒരു എയർ എന്ന് പറഞ്ഞാൽ എയറോപ്ലെയിൻ പോകുന്ന എയറും പിന്നെ ആൾക്കാർ നമ്മളെ എടുത്തിട്ട് എയറിൽ കയറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഈ 2 എയർ അല്ലാതെ വേറെ ഒരു എയറും നിങ്ങൾക്ക് സംഭവിക്കില്ല. മനസ്സിലായി? യോഗ ചെയ്തുകൊണ്ട് സംഭവിക്കില്ല. ഇനി മറ്റെന്തെങ്കിലും ഫെനോമിന ഉണ്ടെങ്കിൽ അത് വേറെ വിഷയം. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇതിൻ്റെ പർപ്പസ് ഇതാണ്. ഈ പറയുന്ന മായകളിൽ നിന്ന് നിങ്ങൾക്ക് സ്വതന്ത്രമാവാതെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിരിക്കുന്ന ലോകം നിങ്ങൾ ചെറുപ്പം മുതലേ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ച കാര്യം മാത്രമാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് ഭൂമി ഉരുണ്ടതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പോയി അത് പരീക്ഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പറയും അത് സത്യമാണെന്ന്. പക്ഷേ സത്യമെന്ന് പറയണമെങ്കിൽ നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്ന അടിസ്ഥാന പ്രിൻസിപ്പിളും ആന്തരികമായ പ്രിൻസിപ്പിളും എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഉണ്ടോ നിങ്ങൾക്ക്? ഭൂമി ഉരുണ്ടതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീക്ഷണമുണ്ടോ? നിങ്ങളത് നേരിട്ട് പരീക്ഷണം നടത്തി അതിൻ്റെ സബ്സ്ട്രേറ്റായിട്ട് നിങ്ങൾ പരീക്ഷണം നടത്തി മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ആസ്പെക്റ്റുകൾ പരീക്ഷണം നടത്തി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ സ്വയം ഒന്ന് വിചിന്തനം ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ ക്വാണ്ടം ഫിസിക്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ സയൻസിൻ്റെ കാര്യങ്ങളെടുത്ത് അനലൈസ് ചെയ്തു. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പരിചയമുണ്ട്? നേരിട്ട് കണ്ട് പരിചയം. ബാക്കിയുള്ളതിനെടുത്ത് മാറ്റാം. അപ്പോൾ ഭൂരിഭാഗം എടുത്ത് മാറ്റേണ്ടി വരും. മനസ്സിലായോ? നമ്മൾ പല വാക്കുകളിട്ട് പല കാര്യങ്ങളും വായിച്ചുകൊണ്ട് കാര്യമില്ല. ഈ വാക്കുകൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നേരിട്ട് കാണണമേ. അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടാവുണ്ട്, പിന്നെ മാലാഖമാരുണ്ട്, പിന്നെ മകനുണ്ട് അദ്ദേഹത്തിന്, പിന്നെ അദ്ദേഹത്തിന് പ്രവാചകനുണ്ട്. ഇങ്ങനെ പോകുന്ന കഥകൾ വേറെ. അപ്പോൾ ഈ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് മതം, ആത്മീയം, അക്കാഡമിക്, ഈ 3 സ്കൂളുകളിൽ നിന്നും നിങ്ങളെല്ലാവരും സത്യമാണെന്ന് കരുതി പഠിച്ചിരിക്കുന്നത് അത് സത്യമല്ല. നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്കാണ് വായിച്ചിരിക്കുന്നത്. അതിനെയല്ല സത്യമെന്ന് പറഞ്ഞാൽ. സത്യം പേഴ്സണലാണ്. നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്നതിനെയാണ് സത്യം എന്ന് പറഞ്ഞത്. അല്ലാത്തത് എന്താണത്? അതൊരു വിവരമാണ്. വരം എന്ന് പറയും.
വെയ് വരം, പുറത്തുനിന്ന് വന്ന വരം എന്നാണ്. അപ്പോൾ വെയ് വരം നിങ്ങൾ വായിച്ചിട്ട് പറയണം അത് സത്യമാണ്. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുന്നതാണ് സത്യം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരാൾ ഉപദ്രവിക്കുന്നത് നിങ്ങൾ കണ്ടു. മനസ്സിലായോ? നിങ്ങൾ നേരിട്ട് കണ്ടു. അയാൾ എങ്ങനെ ഉപദ്രവിക്കണം, എന്ത് വെച്ചാൽ ഉപദ്രവിക്കണം, എല്ലാം നിങ്ങൾ കണ്ടു. ആ കണ്ടതിനെ പറയുന്നതല്ലേ സത്യമെന്ന് പറയുന്നത്. നിങ്ങൾ ഇലക്ട്രോണിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നത് സത്യമാണ്. നിങ്ങൾ പ്രപഞ്ച സൃഷ്ടാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് നിങ്ങൾ അതും പറയുന്ന സത്യമാണ്. അപ്പോൾ ഈ എന്താണ് സത്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന മാനദണ്ഡം? പുസ്തകത്തിൽ വായിക്കുന്നതാണോ, മറ്റൊരാൾ നിങ്ങളോട് പറയുന്നതാണോ, അല്ലെ നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതാണോ? ഏതാണ് സത്യം? നിങ്ങൾ തന്നെ ചിന്തിക്കുക. സത്യത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ. ഈ സതതം എന്ന് പറഞ്ഞാലേ അത് ആ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന പ്രിൻസിപ്പിളിനെയാണ് സതതം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇത് പറയുന്നു, ഞാൻ ഇങ്ങനെ കിടന്ന് വായിട്ട് അലക്കുന്നതുകൊണ്ട് സത്യം എനിക്കറിയാം, എനിക്കിത് സത്യമാണ്. കാരണം ഞാൻ നേരിട്ട് നിരീക്ഷിച്ച് പരീക്ഷിച്ച് ബോധ്യപ്പെട്ട എനിക്കറിയാം ഈ പാറ്റേൺസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. നിങ്ങൾക്കിത് സത്യമാകണമെങ്കിൽ നിങ്ങൾ നാളെ മുതൽ ഇരുന്നിട്ടൊരു പേപ്പറും പേന എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓരോ വ്യക്തികൾക്ക് ഏത് തരത്തിലുള്ള വീക്ഷണമാണ് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കി. ഈ 5 എണ്ണത്തിലല്ലാതെ വേറൊരെണ്ണം നിങ്ങൾ കണ്ടെത്തത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ അത് ചെയ്തിട്ട് എന്നെ സമീപിക്കും. ഞാൻ പറഞ്ഞുതരാം അത് ഏതിലാണ് വരുന്നത്. ഇനി അവരുടെ ഏതൊക്കെ തരത്തിലായിരിക്കും അവർ ലോകത്തെ കാണുമ്പോൾ അവരെങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്, ഏതൊക്കെ വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് വരെ ഞാൻ പറഞ്ഞുതരാം. പണ്ട് മുതൽക്ക് കേൾക്കുന്നൊരു ചോദ്യമുണ്ട്, ഹൂ ആം ഐ? ഈ ചോദ്യം ചോദിക്കുന്നവനും പറയുന്നവനും പൊട്ടന്മാർക്ക് അറിയത്തില്ല എന്തായി ഹൂ ആം ഐ എന്ന് പറയുന്നത്. അതായത് ഈ അധർമായ ധർമായ മായ ഹുമായയിൽ നിൽക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ് ഹൂ ആർ യു? അവനപ്പോൾ പറയേണ്ടതാണ് ഞാൻ അദ്വൈതാർത്ഥം എന്നാണ് പറയേണ്ടത്. അതിലോട്ട് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്താണ്, നീ മൃഗത്തെ പോലെയാണോ? അപ്പോൾ പറയാം അല്ല. നീ സസ്യത്തെ പോലെയാണോ? അല്ല. നീ പദാർത്ഥങ്ങളെ പോലെയാണോ? അല്ല. നീ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണോ? അല്ല. അപ്പോൾ നീ നിൻ്റെ ഉള്ളിലുള്ള ദേവതയെ കണ്ടെത്തണം. ഇങ്ങനെ തൻ്റെ ഉള്ളിലുള്ള ദേവതയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഹൂവാമായി. അല്ലാതെ അതിനപ്പുറത്തോട്ട് നിങ്ങൾ എയറിലോട്ട് പോവില്ല. നിങ്ങൾക്ക് കുണ്ടലിനി ആക്ടിവേറ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കോമഡികളെ മനസ്സിലായോ? ഈ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഫെനോമിന ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോ. ഇതിനി അങ്ങനെ ആക്ടിവേറ്റ് ആവണമെങ്കിൽ തന്നെ അതിൽ നമ്മുടെ ക്ലിയർ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും അൺനോണായിട്ടുള്ളൊരു കാര്യത്തെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ശരീരത്തിന് ചിലപ്പോൾ മറ്റ് പലതരത്തിലുള്ള ക്വാളിറ്റികൾ ഉണ്ടാവാം. നമ്മുടെ ശരീരം ഉപയോഗിച്ച് പലതും നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ അത് തള്ളിക്കളയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കി കള്ളക്കഥകൾ വിശ്വസിക്കുക എന്നല്ല. പക്ഷേ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. നിങ്ങൾക്ക് എന്തിനാണ് എയറിലൂടെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇന്ധന ലാഭം, പൈസ ലാഭം. അല്ലെ നിങ്ങളിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രപഞ്ചമായിട്ട് യൂണിഫൈഡ് ആയിട്ടിരിക്കുകയാണ്. ഈ യൂണിഫൈഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ജനിച്ചത്? നിങ്ങൾക്ക് ഇവിടെ ഒരു കർമ്മമില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് പോയി ചെയ്യും. അല്ല നിങ്ങളിങ്ങനെ ധ്യാനിച്ചിരുന്നിട്ട് പ്രപഞ്ചമായിട്ട് യൂണിഫൈഡ് ആയിട്ട് നിൽക്കുന്ന അങ്ങനെ പോയാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യും. അല്ല സൈലൻറ്റ് പോയിസൺസ് കിട്ടും. നിങ്ങൾ ഉറക്കത്തിലേ മരിച്ചു, ആരും അറിയില്ല, നിങ്ങളും അറിയില്ല, ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ വെറും തമാശകളാണ്. മനസ്സിലായോ? വെറും തമാശകൾ മാത്രം. അപ്പം മനസ്സിലാക്കേണ്ടത് ഇനി ഈ യുഗ എന്ന് പറയുന്നത് എങ്ങനെയാണ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛനും അമ്മക്കും ഇതിലേതെങ്കിലും ഒരു വീക്ഷണം ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള ഗായ എന്ന് പറയുന്നത്, യായുടെ ഗായ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലേതെങ്കിലും ഒരു വീക്ഷണമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് മുഴുവനാണെങ്കിലോ ഇതിലേതെങ്കിലും തരത്തിൽ വിശ്വസിക്കുന്ന ആൾ. ഇപ്പോൾ അധർമായ എന്ന് പറയുന്ന വീക്ഷണത്തിലാണ് നിങ്ങളുടെ പഞ്ചായത്ത് മുഴുവനെങ്കിൽ, ഇനി നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് മുഴുവൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മുഴുവൻ അങ്ങനെയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ അങ്ങനെയാണെങ്കിലോ, അല്ലെങ്കിൽ ലോകം മുഴുവൻ ആ തരത്തിലുള്ള വീക്ഷണമാണെങ്കിലോ, അപ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു പീരീഡ് ഓഫ് ടൈം വരും. എന്നുവെച്ചാൽ അത് മനുഷ്യർ ആ തരത്തിൽ കണ്ട് പിന്നെ അതിൻ്റെ ഒരു പാരമ്പര്യത്തിലെത്തി പിന്നെ അതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ അത്രയും കാലഘട്ടത്തെ ഒരു യായുടെ കേന്ദ്ര കാലഘട്ടമായി പറയാൻ തുടങ്ങുന്നത് ഭൂരിപക്ഷം വെച്ചിട്ടാണ്. നമുക്കറിയാവുന്ന ലോകത്തിൽ ഒരു ഭൂരിപക്ഷം വരുമ്പോൾ ആ ഭൂരിപക്ഷത്തിന് എന്ത് തരത്തിലുള്ള വീക്ഷണമാണോ ഉള്ളത് അതിനൊരു സമയമെടുക്കും അത് തീരാനായിട്ട്. തുടങ്ങി അത് അവസാനിക്കാനായിട്ടൊരു സമയമെടുക്കും.
അങ്ങനെയാണ് യുഗ എന്നുള്ള വാക്ക് കാലഘട്ടവുമായി ബന്ധം വന്നത്. മനസ്സിലായോ? കാലഘട്ടവുമായി യുഗ എന്ന് പറയുന്ന വാക്കിന് ബന്ധം വന്ന ഈ സത്ത്, ത്രേതം, ദ്വാപരം, കല്ല് എന്ന് പറയുന്ന വീക്ഷണങ്ങളാണ്. ആ എങ്ങനെയാണ് നമ്മളെ തന്നെ കാണുന്നത്? അതിൽ നിന്ന് അതിനോട് ചേർത്ത് വെക്കേണ്ട യായുടെ വീക്ഷണം എന്ന് പറയുന്ന യാ ഗ എന്ന് പറയുന്ന വാക്ക് ഈ ടൈമുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് ഒരു നാടിന് മുഴുവൻ വരുമ്പോഴാണ്. അപ്പോൾ അതിനൊരു ടൈം പീരീഡ് വരും. അപ്പോൾ പറയും, എന്തെന്ന് പറയും? സത്യയുഗ ഇത്ര കാലഘട്ടമുണ്ട്, ത്രേതയുഗ ഇത്ര കാലഘട്ടമുണ്ട്. പക്ഷേ ഇവർ പറയുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. ഇവർ പറയുന്ന കണക്കുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ത്രേതായുഗം എത്രയാണ് 12 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വെറുതെ പൂജ്യം ഇട്ട് ചേർത്തിരിക്കുന്നതാണ്. ഈ നിങ്ങളെ യുഗങ്ങൾ എടുത്തിട്ട് കാണുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പറുകളെല്ലാം ജിയോമെട്രിക്കൽ ഡിവിഷണൽ നമ്പറുകളാണ്. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അത് ഉദ്ദേശിക്കുന്നത് വേറെ കാര്യമാണ്. ഇവരുദ്ദേശിക്കുന്ന യുഗമല്ല. മനസ്സിലായോ? ടൈമിനെ സംബന്ധിച്ചിട്ട് പറയുന്നതല്ല അത് വേറെ തരത്തിലുള്ള ഡിവിഷൻസിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് പൊള്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആരാ ഇത് പൊള്യൂട്ട് ചെയ്യണമെന്നുള്ള നിങ്ങളൊരു ചോദ്യം വരും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞ ത്രിസത്ത് യ എന്ന് പറയുന്നതിലെ ത്രിസത്യത്തിലെ ഒരു കൂട്ടർ അവരെ അഖം എന്നാണ് പറയുക. മനസ്സിലായി? 3 തരത്തിലുള്ള അദ്വൈതാർത്ഥങ്ങളിലെ എല്ലാത്തിനെയും അശുദ്ധമാക്കുകയും പൊള്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന അദ്വൈതാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് അഖം എന്ന് പറയും. ഈ അഖം ആൾക്കാർ ഒരു വ്യവസ്ഥ കൈയടക്കി കഴിഞ്ഞാൽ, ഇന്ന് നമ്മളുടെ വ്യവസ്ഥ മുഴുവൻ അഖം അദ്വൈതാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്, വ്യവസ്ഥയാണ്. അവരത് കൈയടക്കി കഴിഞ്ഞാൽ അവർ മതം, ആത്മീയം, അക്കാദമിക് സ്കൂളുകളിലൂടെ അവർ മറ്റ് അദ്വൈതാർത്ഥങ്ങളെയെല്ലാം അവർ പഠിപ്പിക്കാൻ പോകുന്നത് അധർമായയോ ധർമായയോ മായയോ ഹുമായോ ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? സ്കൂളുകളാണ് ഈ പറയുന്ന എല്ലാ വൃത്തികേടുകളുടെയും കേന്ദ്രം. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ആതിഥേയരെന്ന് പറയുന്ന അധ്യാപകൻ, ആതിഥേയരെന്ന് പറയുന്ന അച്ഛനും അമ്മക്കും എവിടുന്നാണ് ഈ വീക്ഷണം അവർക്ക് കിട്ടിയത്? അത് അവർക്ക് കിട്ടിയ അടിസ്ഥാനം എവിടുന്നായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവരവരുടെ ചെറുപ്പത്തിൽ അവരുടെ മതത്തിൻ്റെ അധ്യാപകരോ ആത്മീയതയുടെ അധ്യാപകരോ അല്ലെങ്കിൽ അക്കാദമിക് സ്കൂളിൽ പോയ അവിടുത്തെ അധ്യാപകരോ ആണ് അവർക്കത് ബിൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ബിൽഡ് ചെയ്ത് കൊടുത്തത് എന്ത് വെച്ചിട്ടാണ്? പുസ്തകങ്ങൾ വെച്ചിട്ടാണ്. ആണോ അല്ലയോ? പുസ്തകങ്ങളിലൂടെയല്ലേ നിങ്ങളുടെ അധ്യാപകർ, ഏത് തരത്തിലുള്ള അധ്യാപകരാണെങ്കിലും അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏത് പുസ്തകം വെച്ചിട്ടാണ്? മതത്തിൻ്റെ പുസ്തകം, ആത്മീയതയുടെ പുസ്തകം, അക്കാഡമിക് പുസ്തകം. ഈ 3 പുസ്തകങ്ങൾ ആരാ എഴുതിയത്? ഇതാരാണ് ക്രോഡീകരിക്കുന്നത്? വ്യവസ്ഥ. വ്യവസ്ഥയിൽ ആരാണത് ചെയ്യുന്നത്? വ്യവസ്ഥാ പ്രമാണികൾ, വ്യവസ്ഥയിലെ ഉദ്യോഗസ്ഥർ. അപ്പോൾ ആ ഉദ്യോഗസ്ഥർ ആരായിരിക്കണം? ആ തരത്തിലുള്ള രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ അഖമാണവർ. അപ്പോൾ പുസ്തകം എഴുതുന്ന ആൾക്കാരെന്നുള്ളതല്ല, പല സ്ഥലങ്ങളിലും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തിയറികളും കള്ളക്കഥകളും കള്ളസിദ്ധാന്തങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ വന്ന് കൊണ്ട് ക്രോഡീകരിക്കുന്നതും ഇതേ അക്കം സ്വഭാവമുള്ള അദ്വൈതാർത്ഥങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് അക്കം സ്വഭാവമുള്ള, ആ സ്വഭാവത്തിൽ ജനിക്കുന്ന അദ്വൈതാർത്ഥങ്ങൾക്ക് ഫേവറബിളായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അധർമായോ ധർമായോ മായോ ഹുമായോയിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ആ തരത്തിലായി മാറും അവരുടെ വീക്ഷണം. തങ്ങളെ തന്നെ ഒന്നെങ്കിൽ മൃഗങ്ങളെ പോലെ കാണുക, അല്ലെങ്കിൽ തങ്ങളെ തന്നെ സസ്യത്തെ പോലെ കാണുക, അല്ലെങ്കിൽ തങ്ങളെ തന്നെ പദാർത്ഥങ്ങൾ മാത്രമായിട്ട് കാണുക, അല്ലെങ്കിൽ തങ്ങളെ തന്നെ ഒന്നുമല്ല വെറും തോന്നലാണെന്നുള്ള രീതിയിൽ കാണുക. ഇങ്ങനെ 4 തരത്തിലുള്ള വീക്ഷണങ്ങളിൽ അവരായിപ്പോവും. ഇതെവിടുന്ന റൂട്ട് വരുന്നതെന്ന് ആലോചിക്കുക. നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് അച്ഛനും അമ്മയിലും ആയിരിക്കും. പക്ഷേ അച്ഛനും അമ്മ എവിടെ നിന്നുണ്ടായി? അവരിതേപോലെ തന്നെ സ്കൂളിൽ നിന്നാണ് വന്നത്. മത സ്കൂള്, ആത്മീയ സ്കൂള്, അക്കാഡമിക് സ്കൂള്. അപ്പോൾ അവിടെയാണ് അധികാര കേന്ദ്രത്തിൽ നിന്നാണ് ഇത് വരുന്നത്. എല്ലാ മതത്തിനും ആത്മീയതക്കും അക്കാഡമിക്കിനും അതിൻ്റെ പിന്നിലാറുണ്ട്? അധികാരമുണ്ട്. അധികാരവർഗമെന്ന് സ്വയമേ വിശേഷിപ്പിക്കുന്നവരാണ് പ്രശ്നം. കാരണം അത് അക്കം സ്വഭാവമുള്ള ആൾക്കാരാണ് മറ്റുള്ളവരെ കള്ളസിദ്ധാന്തങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കായിക ആയുധ ബലം കൊണ്ടോ ആൾക്കാരെ അടിമകളാക്കി നിർത്തുന്നത്. ഈ 2 കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ അതിനോട് പ്രതികരിക്കാൻ പോയാൽ അവർ കായിക ആയുധ ബലം എടുക്കും. മനസ്സിലായോ? പക്ഷെ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത് മുഴുവൻ അശുദ്ധമായ കള്ളത്തരങ്ങളുമായിരിക്കും. അപ്പോൾ ഈ അശുദ്ധമായ ഈ പറയുന്ന ഇത്തരം വൃത്തികെട്ട രീതിയിൽ മനുഷ്യരെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്. അത് ഈ 3 സ്കൂളുകളാണ്. ആ സ്കൂളുകൾ ആരാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അത് നിങ്ങളായിട്ടുണ്ടാക്കിയ സ്കൂളല്ല. മനസ്സിലായോ?
അവരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ അവിടെ അവർ അധ്യാപകരായിട്ട് വെക്കാറുള്ളൂ. എങ്ങനെയാണ് അത് അവർ ഡിറ്റക്ട് ചെയ്യുന്നത്? അവരെഴുതിയ പുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിച്ച് അതിന് അവർ നടത്തുന്ന എക്സാം പാസ്സായിട്ടുള്ള ആൾക്കാരെയാണ് അധ്യാപകരായിട്ട് വെക്കുള്ളൂ. അത് മതത്തിലാണെങ്കിലും ആത്മീയതാണെങ്കിലും മറ്റേതാണെങ്കിലും. പക്ഷേ ഈ പുസ്തകങ്ങളിൽ പറയുന്ന ഒരു കാര്യം പോലും ഈ അധ്യാപകർ നേരിട്ട് പരീക്ഷണം നടത്തുകയോ ബോധ്യപ്പെടുകയോ അത് തിരിച്ചറിയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങളോട് വന്നിട്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. അപ്പോൾ അവർക്ക് സാലറി കൊടുക്കും. അപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കുക. എല്ലാം തുടങ്ങുന്നത് സ്കൂളിൽ നിന്നാണ്. 3 തരത്തിലുള്ള സ്കൂൾ. അതിൻ്റെ പിന്നിലോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണുന്നത് വ്യവസ്ഥാ പ്രമാണികളെയാണ്. വ്യവസ്ഥയെ കാണും. ആ വ്യവസ്ഥയിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരുടെ പിന്നിലോട്ട് പോകുമ്പോൾ ഇത് തീരുമാനം എടുക്കുന്ന ഒരാളുണ്ട്. കുറച്ച് ആൾക്കാർ. അവരെന്തുകൊണ്ടാണ് തീരുമാനം എടുക്കുന്നു? കാരണം ആ വർഗത്തിൽപ്പെട്ട അദ്വൈതാർത്ഥങ്ങളാണ് ഇന്ന് വ്യവസ്ഥയുടെ ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാക്കി മാറ്റി. ഇനി അവർ മരിച്ചു കഴിഞ്ഞാലും ഇതേ സ്വഭാവത്തിൽ ജനിക്കുന്ന അദ്വൈതാർത്ഥങ്ങൾക്ക് വരാൻ പറ്റുന്ന രീതിയിലാണ് അവരതിൻ്റെ പാലം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വ്യവസ്ഥയിൽ ഇനി ആര് വന്നാലും അത് അക്കം ആൾക്കാർ മാത്രമേ വരുള്ളൂ. ആ രീതിയിലാണ് അവരതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് എന്തിനാണ് ഇത് അറിയേണ്ടതിൻ്റെ ആവശ്യം? നമുക്കൊരു ബെറ്റർ വേൾഡ് വേണമെങ്കിൽ ഓരോ വ്യക്തികളും ഈ പറയുന്ന ഈ പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കണം. നമ്മൾ അദ്വൈതാർത്ഥങ്ങളാണ്. നമ്മൾ അർത്ഥമല്ല, ധർമ്മമല്ല, പിന്നെ മായല്ല, ഹുമുമല്ല. നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ വേറൊരു തരത്തിലുള്ള വർഗമാണ്. നമ്മൾ മൃഗങ്ങളും ഒന്നല്ല. നമുക്ക് അവർക്കുള്ളതുപോലെ ഒരു ശരീരമുണ്ട്, സ്വയമേ പ്രവർത്തിക്കുന്ന. അതുപോലെ സസ്യത്തിനും സ്വയമേ പ്രവർത്തിക്കുന്ന, സസ്യമെന്ന് പറയുന്നത് ഒരു ശരീരം മാത്രമാണ്. അതുപോലത്തെ ശരീരമാണ് നമുക്കുള്ളത്. ദേവത ശരീരത്തിൻ്റെ അല്ല. ദേവത വരുന്നത് മറ്റൊരു സ്ഥലത്തു നിന്നാണ്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയറായി തുടങ്ങുമ്പോൾ ഈ ദേവത എവിടെ നിന്ന് വരുന്നത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. പക്ഷെ നിങ്ങളത് അന്വേഷിച്ച് തുടങ്ങുമ്പോഴേ വരുള്ളൂ. അല്ലാതെ ഇരുന്ന് യോഗ ചെയ്തത് കൊണ്ടോ, അല്ലെങ്കിൽ പള്ളിയിലും അമ്പലത്തിലും പോയിരുന്ന് കിടന്ന് കണവണ പ്രാർത്ഥിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ശാസ്ത്ര പുസ്തകങ്ങൾ എടുത്തിരുന്ന് കൊണോണ വായിച്ചിട്ട് എക്സാമിന് എഴുതിയത് കൊണ്ടോ ഒരു കാര്യമില്ല. ഇതെല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വ്യവസ്ഥയെ അവർ കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ ജനങ്ങളുടെ മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്യണം. ജനങ്ങളുടെ മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവരൊരിക്കലും സത്യം എന്താണെന്ന് അറിയരുത്. പകരം ഇങ്ങനെയുള്ള ഈ അശുദ്ധ ബോധങ്ങളിൽ അവർ ജീവിക്കണം. എങ്ങനെ ഒരുമിച്ച് അവരെ ആക്കാൻ പറ്റുക? ഒരുമിച്ചാക്കാൻ പറ്റില്ല. ആദ്യം അവരെപ്പോഴും കൈക്കരുത്തും ആയുധബലമാണ് ഉപയോഗിക്കുക അടിമകളാക്കാൻ. പക്ഷെ അത് എന്നും നിലനിൽക്കത്തില്ല എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ സ്ലോ പോയിസണിങ്ങിലൂടെ സ്വയമേ തന്നെ അടിമകളാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടാക്കുന്നത്. അത് മതങ്ങളുള്ളപ്പോൾ മതങ്ങളുടെ ഒരു പ്രബോധനശാല ഉണ്ടാക്കും. ഇനി ഏതെങ്കിലും ആത്മീയമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് കൺട്രോൾ ഏറ്റെടുക്കണമെങ്കിൽ അവർ ആത്മീയതയുടെ നിർബന്ധിതമായ ഒരു ശാല ഉണ്ടാക്കും, പ്രബോധനശാല. ഇനി മറ്റു തരത്തിലുള്ള ഫോഴ്സ് ആണെങ്കിൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള സ്കൂളുകൾ ഉണ്ടാക്കും. ഇതെല്ലാം തെറ്റാണ്. ശരിക്കുമുള്ളത് വിദ്യാഭ്യാസ മേഖലയാണ്. വിദ്യയെ അഭ്യസിക്കുന്നതാണ്. എന്താണ് ഈ വിദ്യ? നേരത്തെ ദേവത എന്ന് പറയുന്നതിൽ അല്ലേ, അതാണ് വിദ്യ. ദേവതയെ അഭ്യസിപ്പിക്കുന്ന സ്ഥലമാണ്. അതാണ് വിദ്യാലയം. സ്കൂളെന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രിഡേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് യാഥാർത്ഥ്യം. ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ്. അപ്പോൾ ഈ അക്കം അദ്വൈതാർത്ഥങ്ങളുണ്ട്. ഇനി അങ്ങനെ അല്ലാത്ത അദ്വൈതാർത്ഥങ്ങൾ എന്തെന്ന് പറയുക? ഭൂരിപക്ഷവും ആ അദ്വൈതാർത്ഥങ്ങളായിരിക്കും. ഏത്? അകം എന്നാണ് അതിന് പറയുക. അകം അദ്വൈതാർത്ഥങ്ങളായിരിക്കും 90% ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിത് ചെയ്യുന്നത്. കാരണം എന്താ? മേജർ പോപ്പുലേഷനും അവരുടെ ഇരകളാണ്. അപ്പോൾ ഇരകളായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂൾ സ്ഥാപിക്കേണ്ടി വരുന്നത്. അല്ലായിരുന്നെങ്കിൽ അവർക്കത് ആവശ്യമില്ലല്ലോ. അവരാണ് മേജർ പോപ്പുലേഷനെങ്കിൽ ഈ സ്കൂളിൻ്റെ ആവശ്യമില്ല. മേജർ പോപ്പുലേഷനും അകമായതുകൊണ്ടാണ് എല്ലാവരെയും ഒരുമിച്ച് ട്രെയിൻ ചെയ്യുന്ന ഒരു പൊതുവായിട്ടുള്ള സ്ഥലം അവരുണ്ടാക്കിയെടുക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ സ്കൂളല്ല ഉണ്ടായിരുന്നത്, വിദ്യാഭ്യാസ മേഖലയാണ്. അന്ന് പറയപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചുകൊണ്ട് വേറെ കാര്യങ്ങളായിട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറിജിനലി ഈ പറയുന്ന ഒരു മനുഷ്യൻ തന്നെ ഈ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അതായത് ഒരു അദ്വൈതാർത്ഥം ഈ പറയുന്ന കള്ളവീക്ഷണങ്ങളിൽ നിന്ന് തന്നെ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചാലേ പുതിയൊരു നല്ല ബെറ്റർ വേൾഡ് ഉണ്ടാവുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഉഗ് ഓഗ് ആഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വീക്ഷണം,
തുടങ്ങുന്ന സ്ഥലം, പിന്നെ വീക്ഷണം സമാന്തരമായിട്ട് വളരുന്ന സ്ഥലം. ഒന്നെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ആവും, അല്ലെങ്കിൽ അത് കൂടുതൽ ശക്തിപ്പെടും. ഇനി നിങ്ങൾ തന്നെ അതായി മാറുന്നത്, നിങ്ങൾ എന്തായി അവസാനം മാറുമെന്നുള്ളത്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ മത ആത്മീയ അക്കാദമിക് സ്കൂളാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അവിടെ നിന്നാണ് ഈ പറയുന്ന എല്ലാം ഉണ്ടാകുന്നത്. അവിടെ നിങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ അതിൽ എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം. നമ്മളെല്ലാവരും നമ്മളെ അദ്വൈതാർത്ഥങ്ങളായിട്ടാണ് കാണേണ്ടത്. അങ്ങനെ എല്ലാവരും കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം നമുക്ക് മാതാപിതാക്കളെ വേണേൽ കുറ്റം പറയാം ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു തന്നതിന്. മാതാപിതാക്കൾ നിങ്ങളോട് പറയും സത്യം പറയണം സത്യം പറയണമെന്ന് പറഞ്ഞിട്ട് ആ മാതാപിതാവ് നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ്? പ്രപഞ്ച സൃഷ്ടാവുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, അല്ല അച്ഛനും അമ്മയും പ്രപഞ്ച സൃഷ്ടാവിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണേണ്ട ആവശ്യമില്ല, അതുണ്ട്. എവിടെ ഉണ്ട്? ദേ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ പുസ്തകത്തിൽ വായിക്കുന്നതും അവർ സത്യമെന്നാണ് വിളിക്കുന്നത്. നമ്മൾ എന്താണോ ആയിരിക്കുന്നത്, എന്താണോ കാണുന്നത്, എന്താണോ അനുഭവിക്കുന്നത്, അതിനെയും സത്യമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാവുക? രണ്ടും സത്യമല്ല, രണ്ടിനും ഒരേ വാക്കിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവിടെ കാണിക്കുന്ന ഈ കോമാളിത്തരം യോഗ എന്ന് പറഞ്ഞ് നടത്തുന്നത് ഈ പറയുന്ന അധർമായാലും തർമായാലും മായാലും ഹുമായാലും നിർത്തിയിരിക്കുന്ന മൃഗങ്ങളെപ്പോലുള്ള മനുഷ്യരെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുകയാണ്. അവർ മനുഷ്യർ മൃഗങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മണ്ടന്മാരാക്കിയിട്ട് ഈ അദ്വൈതാർത്ഥങ്ങളെ മുഴുവൻ എന്തൊക്കെയുണ്ടെന്ന് പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ ആനന്ദിക്കുകയാണ് ഉള്ളിൽ. കാരണം ഇതൊന്നും ചെയ്ത് ഒരു കാര്യമില്ലെന്ന് അവർക്കറിയാം. പക്ഷേ യഥാർത്ഥ തത്വം ഒളിപ്പിച്ച് വെച്ച് അവരെ കള്ളത്തരങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. നമ്മൾ കുറേ ആൾക്കാരെ മണ്ടന്മാരാക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ? മണ്ടന്മാരാക്കുന്നതിൽ ആനന്ദവും അവർക്ക് കിട്ടും, പോരാത്തതിന് ഫീസും കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ആൾക്കാർ മുഴുവൻ മടിയന്മാരായിട്ട് മാറും, നിഷ്ക്രിയന്മാരായിട്ട് മാറും. ഇങ്ങനെയുള്ള യോഗ ചെയ്യുന്ന ആൾക്കാർ പ്രതികരണ ശേഷി നഷ്ടപ്പെടും. ഒന്നിനോടും പ്രതികരിക്കില്ല അവർ. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാടിനെ ബെറ്റർ ആക്കണമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ടിറങ്ങി ചെയ്യണം. പക്ഷേ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ പിന്നെ പ്രതികരിക്കില്ല. അവർക്ക് കിട്ടിയ ആ എന്താ പറയുക, ആ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും. കാരണം ഒന്നുമായിട്ടും ബന്ധപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആ സെക്യൂരിറ്റിയിൽ കിടന്ന് അവർ അങ്ങനെ ജീവിച്ച് മരിക്കും. അപ്പോൾ അവരെന്തിനാണ് ഇതിങ്ങനെ ചെയ്യണത്? യോഗ എന്തിനാണ് പഠിപ്പിക്കുന്നത്? മനുഷ്യരെ മുഴുവൻ നിഷ്ക്രിയരാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് തങ്ങളുടെ സത്യവും തങ്ങളുടെ ഇതും തിരിച്ചറിഞ്ഞ് തങ്ങൾക്കെതിരെ ഒരു പടയായിട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ യോഗ പഠിപ്പിച്ച് നിഷ്ക്രിയരാക്കുന്നത്. മനസ്സിലായോ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഇരുന്ന് യോഗ ചെയ്താൽ നല്ലൊരു മ്യൂസീഷ്യൻ ആവാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വെറുതെ ഇരുന്ന് യോഗ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്പോർട്സ്മാൻ ആവാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അകത്ത് നിങ്ങളിരുന്ന് വർക്ക് ചെയ്യണം. അതുകൊണ്ട് യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ 12 ആസനത്തിലിരുന്ന് നിങ്ങൾ മ്യൂസിക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 12 ആസനത്തിലിരുന്ന് നിങ്ങൾ മറ്റേ ഒരു ബിൽഡിംഗ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ട മേഖല അതിൻ്റെ അകത്ത് കൂടുതൽ റിസർച്ച് ചെയ്യുക, അനലൈസ് ചെയ്യുക, അതാണ് ധ്യാനം. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ടൂളാണ്. ഇവിടെ നിങ്ങൾ ശരിക്കും ഇവിടെ എന്താണ് നടക്കണമെന്ന് മനസ്സിലാക്കാതെ എല്ലാ മനുഷ്യരും നിഷ്ക്രിയരായിട്ട് മാറും. പ്രതികരണ ശേഷിയില്ലാത്ത വെറും ഊളകളായിട്ട് മാറും. മനസ്സിലായോ? അത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ആൾക്കാർ നമ്മൾ പ്രതികരിക്കുക പറഞ്ഞാൽ വെറുതെ പോയിട്ട് നമുക്കുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഇമോഷണൽ ബേസ്റ്റാണ്. അതല്ല പ്രതികരണം, അതല്ല ഉദ്ദേശിക്കുന്ന പ്രതികരണം. വാക്കുകൾ കൊണ്ട് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ വ്യക്തവും യുക്തവുമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാനായിട്ടുള്ള കഴിവാണ്. അത് ആർക്കും ഇല്ല. ഇവിടെ കാണിക്കുന്നത് പരസ്പര അടികളാണ്. കള്ളന്മാരും കള്ളത്തരം പറയുന്നവരും കള്ളത്തരത്തെ വിശ്വസിച്ച ആൾക്കാരും നമ്മളൊരു കൂട്ടത്തല്ലാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഈ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ ഡിബേറ്റുകളും അതാണ്. അപ്പോൾ ഈ കെയോസ് ഇതൊരു വെള്ളം കലക്കൽ പോലെയാണ്. ഈ വെള്ളം കലക്കലിൻ്റെ അകത്ത് നിങ്ങൾ ഒരിക്കലും ഈ സത്യം മനസ്സിലാക്കില്ല. ഈ ലോകത്തെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ പ്രിൻസിപ്പിൾ അറിയണം. ഇവിടെ 3 അദ്വൈതാർത്ഥങ്ങൾ എന്നും ഉണ്ട്. അത് ഒന്ന് അഖമാണ്, വേട്ടക്കാരൻ. ഒന്ന് അകമാണ്. മൂന്നാമത്തത് അഹം എന്ന് പറയും. അപ്പോൾ ഈ 3 ആൾക്കാരും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാനേ പറ്റില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു വച്ചിരിക്കുന്ന എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും എഴുതിയിരിക്കുന്നത് അക്കം കാറ്റഗറിയിലുള്ള അദ്വൈതാർത്ഥങ്ങളാണ്. അവർ പൈസ കൊടുത്തും അല്ലെങ്കിൽ അവരുടെ ശിക്ഷയെ പേടിച്ചും പൈസ കൊടുത്തും അവർ പലതരത്തിലുള്ള ഫേവറുകൾ കൊടുത്തും സുഖങ്ങൾ കൊടുത്തും അവർ എഴുതിപ്പിച്ചുണ്ടാക്കിയ പുസ്തകങ്ങളാണ് എല്ലാ കുട്ടികളും ഇവിടെ പഠിച്ചുകൊണ്ട് വച്ചിരിക്കുന്നത്. അത് മതത്തിലാണെങ്കിലും സ്പിരിച്വാലിറ്റിയിലാണെങ്കിലും അക്കാഡമിക് സ്കൂളിലാണെങ്കിലും.
അതാണ് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യം. നിങ്ങളെപ്പോഴും നല്ലൊരു ബെറ്റർ വേൾഡ് എന്ന് പറയും. നിങ്ങളിങ്ങനെ പറഞ്ഞ് ചാവത്തേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ കിടന്ന് പറഞ്ഞ് ചാവും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ കിടന്ന് പറഞ്ഞ് ചാവും. ഒന്നും ആവാൻ പോണില്ല. ഇതാവണമെങ്കിൽ ഇവരെ ആദ്യം തിരിച്ചറിയണം. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം. ആരാണ് യഥാർത്ഥ ശത്രു? അത് അക്കമാണ്. അവരെ തിരിച്ചറിഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവരെ ചവിട്ടി ഓടിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെ മാക്സിമം ഒരു വ്യവസ്ഥക്കകത്ത് വരാതിരിക്കാനായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അപ്പോൾ വ്യവസ്ഥയിൽ അവരെങ്ങനെ കയറി എന്നുള്ളതും വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. വാക്കുകളിലൂടെയാണ് അവർ കയറുന്നത്. വാക്കിനെ പൊള്യൂട്ട് ചെയ്തിട്ടാണ്, ഭാഷയെ പൊള്യൂട്ട് ചെയ്തിട്ടാണ് അവരത് കൈയടക്കുന്നത്. വ്യവസ്ഥയെ കൈയടക്കുന്നത് ഭാഷയെ പൊള്യൂട്ട് ചെയ്തിട്ടാണ്. അല്ലാണ്ട് വേറെ ഒരു വഴിയും അവർക്കറിയില്ല. അതുകൊണ്ടാണ് വാക്ക് എന്ന് പറയുന്നതിനെ ശുദ്ധീകരിക്കാതെ ഒരു ബെറ്റർ വേൾഡും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഏതെങ്കിലും ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ അവന് ഭ്രാന്താണ്, അല്ലെങ്കിൽ അവൻ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവൻ ഇൻഫെക്റ്റഡ് ആണ്. ഏതിൻ്റെ? ഈ അക്കം ക്വാളിറ്റിയിലുള്ള മനുഷ്യരുടെ അതേ രോഗം തന്നെ അവനും പിടിപെട്ടിട്ടുണ്ട്. അത് രോഗമല്ല, ആ സ്വഭാവം ഇവൻ്റെ രോഗമായി പിടിപെട്ട ഒരു ഇൻഫെക്റ്റഡ് ആണ്. അല്ലെങ്കിൽ അവൻ ഓപ്പർച്യൂണിസ്റ്റാണ്, എന്ന് വെച്ചാൽ കള്ളന് കഞ്ഞി വെക്കുന്നവൻ. അല്ലെങ്കിൽ അവൻ പൂർണ്ണ കള്ളനാണ്. വേർഡിനെ ശുദ്ധീകരിക്കാതെ ഒരു ബെറ്റർ വേൾഡും ഉണ്ടാവില്ല. വേർഡ് മാത്രമാണ് വഴി. വേർഡ് മാത്രമാണ് വഴി. വേറെ ഒരു വഴിയും ഭൂമിയിലില്ല. ബാക്കി എല്ലാ വഴികളും ആര് പറഞ്ഞാലും എടുക്കണ്ട, അത് നടക്കില്ല. വേർഡിനെ ശുദ്ധീകരിക്കാത്ത ഒരു സിസ്റ്റവും ബെറ്റർ സിസ്റ്റം ആവില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് യ ഉഗ് യ ഓഗ് യ ആഗ് എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇതാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. യ ഉഗ്ഗിനെ ഫോം ചെയ്യുന്നതിൽ 4 പേര്, അതിലേറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ആതിഥേയരാണ്. അദ്വൈതാർത്ഥങ്ങളുടെ ആതിഥേയരാണ് അച്ഛനും അമ്മയും. അദ്വൈതാർത്ഥങ്ങൾ അതിഥികളാണ്. അതിനപ്പുറത്തോട്ട് മറ്റൊരു ബന്ധം അവിടെ ഇല്ല. ബാക്കി എന്ത് ബന്ധം അവിടെ പറയുന്നതും നുണയാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. നിങ്ങളുടെ ഒരു ഗുണങ്ങളോ നിങ്ങളെന്ന് പറയുന്ന അനുഭവിക്കുന്ന ആളോ അവരുടെ ജനിതകത്തിൽ നിന്നല്ല വരുന്നത്. ആ ശരീരത്തിൻ്റെ കണ്ടിന്യൂറ്റി മാത്രമേ ഉള്ളൂ. അതല്ല അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അദ്ദേവത എന്ന് പറയുന്നത്. അതിനെ തിരിച്ചറിയണം. മനസ്സിലായോ? അതിനെ തിരിച്ചറിയുന്നതിലാണ് കാര്യമുള്ളത്. പക്ഷെ അത് തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകങ്ങളിലൂടെ നിങ്ങളെ മൃഗത്തെ പോലെ വീക്ഷിക്കുന്നവരായിട്ടും ചെടികളെ പോലെ വീക്ഷിക്കുന്നവരായിട്ടും പദാർത്ഥങ്ങളെ പോലെ വീക്ഷിക്കുന്നവരായിട്ടും അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്ന രീതിയിൽ വീക്ഷിക്കുന്നവരായിട്ടും മാറ്റിയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പ്രോഗ്രാമിങ് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു നിമിഷത്തേക്കൊന്ന് നിർത്തി നിങ്ങളിനി നാളെ മുതൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക, ഒന്ന് നിരീക്ഷണം നടത്തി നോക്കുക. അപ്പം നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കത്താൻ തുടങ്ങും. ഈ പ്രപഞ്ചത്തിലെ അക്കം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറയുന്നത് ശരിയും തെറ്റും അല്ല ഇവിടെ ഉള്ളത്. അക്കം അവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഫോഴ്സാണ് അവർ. അവർക്ക് എന്നും ഇത് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഈ തരത്തിൽ ചെയ്യാൻ. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശവും അകത്തിനുണ്ട്. ജനിക്കുന്നതിൽ 90% അകം ക്വാളിറ്റി ഉള്ളവരാണ്. അവർക്ക് അതിൽ നിന്ന് പ്രതിരോധം എടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അക്കത്തിനെ നശിപ്പിക്കാനോ ഹണ്ട് ചെയ്യാനോ അവകാശമില്ല. പക്ഷെ പ്രതിരോധം ഏറ്റെടുക്കാം. പ്രതിരോധമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് അവരെ നശിപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ഹണ്ട് ചെയ്യാനോ പാടില്ല. അവർ കടന്നു വരുന്ന വഴികളെ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലോക്ക് ചെയ്യുക. അതല്ലേ നമുക്ക് അതിനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നുണ്ട്, അതിനുള്ള അവകാശം ഉണ്ടെന്ന് പോലും അറിയണമെങ്കിൽ പറ്റുമോ? ഇനി അടുത്ത വരാൻ പോകുന്നത് ഈ മത ആത്മീയ അക്കാദമിക് സ്കൂളുകളിലോട്ട് ഇനിയും നിങ്ങൾ കുട്ടികളെ അത് വിശ്വസിച്ച് പറഞ്ഞയക്കുകയാണെങ്കിൽ അവർ അധോഗതിയാണ്. കാരണം സിസ്റ്റം കൊളാപ്സ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു 10-30 വർഷത്തിനുള്ളിൽ സിസ്റ്റം കൊളാപ്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ തത്വങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഈ തത്വങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഈ ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചതിക്കരുത്. ഇത്രയും നാൾ നിങ്ങൾ ചതിച്ചു, നിങ്ങളും ചതിക്കപ്പെട്ടു. ഇനിയും ചതിക്കരുത്. ഇനിയും നിങ്ങൾ ഈ കള്ളത്തരം അവരെ പഠിപ്പിക്കരുത്. മനസ്സിലായോ? നിങ്ങൾ കള്ളത്തരമാണ് അവരെ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളോടായി പറയാം, നിങ്ങൾ കള്ളത്തരമാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അവരോട് സത്യം പറയണമെന്ന് പറയുന്നു. നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളും നേരിട്ട് അനുഭവിക്കാത്ത കാര്യങ്ങളാണ്. ശാസ്ത്രത്തിൻ്റെ ആണെങ്കിലും ആത്മീയതയുടെ ആണെങ്കിലും മതത്തിൻ്റെ ആണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതുണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എന്തൊരു ഊളത്തരമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് സ്നേഹമുണ്ട് കുഞ്ഞുങ്ങളോട്? കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളവൻ ഒരിക്കലും താൻ അനുഭവിക്കാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കില്ല. അപ്പോൾ അത്രയും നെറുകേടാണ് നിങ്ങൾ ചെയ്യുന്നത്.
അതുകൊണ്ടാണ് അവർ എല്ലാ വ്യവസ്ഥയുടെയും അടിമകളായി മാറുന്നത്. നിങ്ങൾക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ശരിയായ ത്രിസത്യബോധമുള്ള അദ്വൈതാർത്ഥങ്ങൾക്ക് മാത്രമേ അവർ വെൽക്കം ചെയ്ത് കൊണ്ടുവരുന്ന, അവരാതിഥേയരായി മാറുന്ന, അതിഥികളായി വരുന്ന പുതിയ അദ്വൈതാർത്ഥങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ത്രിസത്യം എന്ന് പറഞ്ഞ ബോധ്യത്തിലോട്ട് വരണം. അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷൻ ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള അവസ്ഥയിലോട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങനെയാണ് സിസ്റ്റം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ശരിയാണ്.